യെസ്, നമ്മൾ കഴിഞ്ഞ ദിവസം നമ്മുടെ ഡിഫറെന്റ് ഡിപ്പാർട്ട്മെന്റ്സ് ഇൻ ഹോസ്പിറ്റൽ എന്ന് പറയുന്ന ഒരു ചാപ്റ്റർ തീർത്തിട്ട് ഇച്ചിരി സമയം ബാക്കി ഉണ്ടായതുകൊണ്ട് നമ്മളൊരു ചാപ്റ്റർ പുതിയതായിട്ട് ആരംഭിച്ചിരുന്നു. ഇതൊക്കെ നിങ്ങള് എന്താ പറയാ എല്ലാവരും അപ്ഡേറ്റ് ചെയ്ത് ക്ലാസ്സുകൾ ലൈവ് കാണാത്തവരും അതുപോലെ തന്നെ ലൈവായിട്ടുള്ള സെഷനിൽ അറ്റൻഡ് ചെയ്യാത്തവരും റെക്കോർഡഡ് ക്ലാസ് കാണുന്നുണ്ടോ എന്നൊക്കെ ഉറപ്പുവരുത്താൻ വേണ്ടിയിട്ടാണേ. അപ്പൊ അതിനെ നമുക്കൊന്ന് കണക്ട് ചെയ്ത് കൊണ്ടുവന്നാലാണ് ഇതിന്റെ കണ്ടിന്യൂഷൻ ആണല്ലോ ഇതൊന്ന് ആ റെക്കോർഡഡ് ക്ലാസ് കാണുന്നവർക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇങ്ങനെയൊക്കെ ചോദിക്കുന്നത്. തലേ ദിവസം അല്ലെങ്കിൽ ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ എവിടെ വരെ എടുത്തു, ചിലവര് ഇങ്ങനെ നമുക്ക് കൺഫ്യൂസ്ഡ് ആകുന്ന രീതിയിലുള്ള ചോദ്യങ്ങൾ പല രീതിയിലും ഇവിടെ ചോദിക്കാറുണ്ട്. വിളിച്ചും അതുപോലെ മെസ്സേജ് ചെയ്തും ഏത് ക്ലാസ്സുമായിട്ട് ഇത് കഴിഞ്ഞിട്ട് ഇതാണല്ലോ എടുത്തത്, ഇത് കഴിഞ്ഞ അടുത്ത ചാപ്റ്റർ അല്ലല്ലോ എടുത്തത്, അങ്ങനെ ഇങ്ങനെയൊക്കെ കുറെ സംശയങ്ങളൊക്കെ ചോദിക്കാറുണ്ട്. എല്ലാ ടീച്ചേഴ്സും കൂടി വന്ന് ഒരു ചാപ്റ്റർ തീർക്കുകയല്ലല്ലോ, ഓരോരുത്തർക്കും അലോട്ട് ചെയ്തിരിക്കുന്ന ചാപ്റ്റേഴ്സ് ആണ് ടീച്ചേഴ്സ് എടുക്കുക. ഓക്കെ, അപ്പൊ അങ്ങനെയുള്ള കൺഫ്യൂഷൻസ് വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ എവിടെ നിർത്തി അപ്പൊ അതിന്റെ ഒരു ബിഗിനിങ് നമുക്ക് കിട്ടും അല്ലെ. അതിന് വേണ്ടിയിട്ടാണ് അങ്ങനെ ചോദിക്കുന്നത്. മിക്കവാറും എല്ലാ ടീച്ചേഴ്സും പറയുന്നത് ബിക്കോസ് ഡെയിലി നമുക്ക് എല്ലാവരുടെയും ക്ലാസ്സുകളില്ല അല്ലെ. 2 ദിവസം കൂടുമ്പോഴോ അല്ലെങ്കിൽ 3 ദിവസം കൂടുമ്പോഴായിരിക്കും വീണ്ടും അടുത്ത ടേണിൽ ആ ടീച്ചറിന്റെ ഒരു ക്ലാസ് വരാം. അപ്പൊ അവരതൊന്ന് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ടായിരിക്കും അത്തരം കാര്യങ്ങളൊക്കെ ഒന്ന് ചോദിക്കുക. അപ്പൊ എന്തെങ്കിലും തരത്തില് നിങ്ങൾ പറയുന്നതും ടീച്ചർ പറയുന്നതുമായിട്ട് എന്തെങ്കിലും വ്യത്യാസമാണ് അല്ലെ ഉണ്ടെങ്കിൽ അത് അപ്പൊ തന്നെ അറിയിക്കുക. ടീച്ചർ അതേ കൂടെ വരെയാണ് എടുത്ത്, അല്ലെങ്കിൽ ടീച്ചർ ആണെങ്കിലും ടീച്ചർക്ക് അറിയാം ഞങ്ങൾ അവിടെ എഴുതി വെക്കുന്നത് പല ക്ലാസ്സുകളും നടക്കുന്നത് കൊണ്ട് എല്ലാ ക്ലാസ്സിലും നമ്മൾ ഏതൊക്കെ ഭാഗം വരെയാ എടുത്തേ എന്ന് എടുത്തേന്നൊക്കെ അറിയാൻ വേണ്ടി നമ്മൾ അവിടെ നോട്ട് ചെയ്ത് വെക്കുന്നുണ്ട്. പിന്നെ മനുഷ്യന്മാരല്ലേ അല്ലെ, ഏതെങ്കിലുമൊക്കെ രീതിയിൽ ഇച്ചിരി പെട്ടെന്ന് നമ്മളുടെ ശ്രദ്ധയല്ല നമ്മുടെ ആ ഒരു ഓർമ്മ പെട്ടെന്ന് ഒരു ഇച്ചിരി തരത്തിലേക്ക് ചിലപ്പോഴൊക്കെ നമ്മളുടെ മൈൻഡ് ഔട്ട് ആയി പോകും. അപ്പൊ അങ്ങനെ വരുന്ന സാഹചര്യത്തിൽ ടീച്ചേഴ്സിന് ചിലപ്പോൾ അതങ്ങനെ പോയാൽ നമ്മളത് പറഞ്ഞു കൊടുത്ത് ടീച്ചർ നമ്മുടെ വരികയാണ്. അതിന് വേണ്ടിയിട്ടായി ചോദിക്കുന്നതെന്നാണ് ഞാനിപ്പോ പറഞ്ഞത്. അപ്പോഴേക്കും നമ്മുടെ ചാപ്റ്റർ കണ്ടിട്ട് പേടിയാണെന്നൊക്കെ പറയുന്നത്. പേടിക്കാനൊന്നുമില്ല. നിങ്ങൾ വിചാരിക്കും ഈ മെഡിക്കൽ ടെർമിനോളജിയുടെ ആ ഫസ്റ്റ് പേജ് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ കാണുന്നത് ഒരുപാട് എന്താ പറയാ കുറെ ഒരു ടേബിൾ പോലെ കുറെ കാര്യങ്ങൾ നിങ്ങൾ കാണുന്നുണ്ട്. അതൊന്നും കണ്ടത് നിങ്ങൾ പേടിക്കൊന്നും വേണ്ട കേട്ടോ. പേടിക്കാനുള്ളതൊന്നുമില്ല. അതിനുള്ള കോടിയെ നമ്മൾ പറഞ്ഞു തരുന്നതായിരിക്കും. ഓക്കെ, അപ്പൊ നമ്മള് മെഡിക്കൽ ടെർമിനോളജി എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എൻ ഇന്റർനാഷണൽ ലാംഗ്വേജ് which is essential to communicate with the medical workers or medical employees, healthcare institution employees. അതായത് ഒരു ഹോസ്പിറ്റൽ പോലെയുള്ള ആരോഗ്യ സംരക്ഷണ മേഖലകളിൽ ജോലി ചെയ്യുന്ന ആളുകൾ തമ്മിൽ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പല കാര്യങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യേണ്ടി വരും അല്ലെ. അപ്പൊ നമ്മൾ സാധാരണ അതായത് കോമൺ മാൻ സംസാരിക്കുന്ന ഭാഷയുടെ കാര്യമല്ല ഉദ്ദേശിക്കുന്ന ചില ടേംസ് ഉണ്ട്, അവർക്ക് സ്പെസിഫൈ ചെയ്തുള്ള ചില ടേംസ് ഉണ്ട്. സോ ഇറ്റ് ഷുഡ് ബി കമ്മ്യൂണിക്കേറ്റഡ് ലൈക്ക് വൈസ്. അതുപോലെ തന്നെയായിരിക്കണം അത് അവർ തമ്മിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യണ്ടേ. അല്ലാതെ എന്താ പറയാ നമ്മൾ നോർമലി ഒരു കാര്യം പറയുന്ന പോലെയല്ല. ഇത് ഞാൻ ഒരു ഉദാഹരണം പറഞ്ഞു. നമ്മള് ഡിപ്പാർട്ട്മെന്റ്സ് ഓഫ് ഹോസ്പിറ്റലിൽ പഠിച്ചു കഴിഞ്ഞപ്പോ മയോകാർഡിയൽ ഇൻഫാക്ഷൻ, ഹാർട്ട് അറ്റാക്കിന് പറയുന്ന മറ്റൊരു പേരാണ്. മറ്റൊരു പേരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവര് ഇത് നമ്മുടെ ഹെൽത്ത് കെയർ ഇൻസ്റ്റിറ്റ്യൂഷൻസ് അല്ലെങ്കിൽ ഹോസ്പിറ്റൽസ് അവര് തമ്മിൽ എംപ്ലോയീസ് തമ്മിൽ അല്ലെങ്കിൽ ജോലിക്കാർ തമ്മിലൊക്കെ പരസ്പരം കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോൾ ദേ യൂസ് മയോകാർഡിയൽ ഇൻഫാക്ഷൻ എന്നാണ് ഇൻസ്റ്റെഡ് ഓഫ് ഹാർട്ട് അറ്റാക്ക്. അതിന് പകരം അവര് അതാണ് ഉപയോഗിക്കുക. അപ്പൊ അങ്ങനെ അവരുടെ കമ്മ്യൂണിക്കേഷൻ എന്താ പറയുക എളുപ്പമാക്കാൻ വേണ്ടിയിട്ട് ഹെൽത്ത് കെയർ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആക്സെപ്റ്റ് ചെയ്തിരിക്കുന്ന ഇന്റർനാഷണൽ ലാംഗ്വേജ് ആണ് മെഡിക്കൽ ടെർമിനോളജി എന്ന് പറയുന്നത്. ഗ്രീക്ക് ലാറ്റിൻ ഭാഷകളിൽ നിന്നൊക്കെയാണ് അവിടത്തൊക്കെയാണ് ഈ പറഞ്ഞ ടേംസ് അവരെ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത് അല്ലെങ്കിൽ വന്നത്. അതിന്റെ ഒരു പ്രമിഡം ഒരു സോഴ്സ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ഇറ്റ് ഈസ് ഓൾസോ ടു ഡിസ്ക്രൈബ് ദ ഹ്യൂമൻ ബോഡി എലമെന്റ്സ്, മെത്തേഡ്സ്, ട്രീറ്റ്മെന്റ്സ്, അങ്ങനെ പല സർക്കംസ്റ്റാൻസസ്. അതായത് നമ്മുടെ ഹ്യൂമൻ ബോഡി പാർട്സ് ആയിരിക്കാം, അല്ലെങ്കിൽ പലതരത്തിലുള്ള എലമെന്റുകൾ ഹോസ്പിറ്റൽസിൽ ഉപയോഗിക്കേണ്ടി വരുന്ന മെഡിക്കൽ ടേംസുകളിൽ അവരുടെ മരുന്നുകളെ സംബന്ധിക്കുന്നതാകാം, എന്തെങ്കിലും സിറ്റുവേഷനെ സംബന്ധിക്കുന്നതാകാം, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു മെത്തേഡ്, ഒരു ട്രീറ്റ്മെന്റ് മെത്തേഡ് ആകാം. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഡിസ്ക്രൈബ് ചെയ്യാനാണ് മെഡിക്കൽ ടെർമിനോളജി ഉപയോഗിക്കുക എന്ന് നമ്മൾ പറഞ്ഞു. അങ്ങനെ വരുമ്പോൾ ഈ മെഡിക്കൽ ടെർമിനോളജി അല്ലെങ്കിൽ മെഡിക്കൽ ടേംസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് they use some prefixes, suffixes, root words and also some abbreviations. അതായത് ഈ പറയുന്ന ടേമുകൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടില്ലേ ചില പ്രഫിക്സുകൾ, അതുപോലെ സഫിക്സുകൾ, അതുപോലെ ചില റൂട്ട് വേർഡുകൾ, അതുപോലെ അബ്രീവിയേഷൻസ് ഒക്കെ ഫോം ചെയ്തിട്ടുണ്ട്. അതാണ് നമ്മുടെ മെഡിക്കൽ ടെർമിനോളജി എന്ന് പറയുന്ന ഈ ചാപ്റ്ററിനകത്തുള്ളത്. ഇനി എന്താണ് പ്രിഫിക്സ് എന്നാണ് ഫസ്റ്റ് പാരഗ്രാഫിൽ പറഞ്ഞിരിക്കുന്നത്. അതിനകത്ത് എന്തെങ്കിലും സംശയം ഉണ്ടോ? പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളിൽ സെന്റൻസിൽ എന്തെങ്കിലും ഡൗട്ടുകളുണ്ടോ? വായിച്ചു നോക്കിയിരുന്നോ? ഫസ്റ്റ് പാരഗ്രാഫ് സെക്കൻഡ് പാരഗ്രാഫ് മാത്രമേ ഞാനൊന്ന് ജസ്റ്റ് ഒന്ന് ഒരു ഇത്തിരി സമയം ബാക്കി ഉണ്ടായതുകൊണ്ട് പറഞ്ഞുള്ളൂ.
സംശയമില്ലല്ലോ ഒന്നാമത്തെ പാരഗ്രാഫില്? ഞാൻ വായിക്കുന്നില്ല, ബിക്കോസ് യു ഹാവ് ടു റീഡ്. നിങ്ങളാണ് വായിക്കേണ്ടത്. അതിനകത്ത് പറഞ്ഞ കാര്യം ഞാൻ എന്താന്ന് ജസ്റ്റ് പറയുന്നു. സോ അത് വായിച്ചു നോക്കുക. ഞാൻ പറയുന്ന കാര്യങ്ങളൊക്കെ അതിനകത്ത് ഉണ്ടോ എന്ന് നോക്കുക. ഇല്ല എങ്കിൽ നിങ്ങൾക്ക് ഏതെങ്കിലും മനസ്സിലാകുന്നെങ്കിൽ മാത്രം ചോദിക്കുക. ഓക്കെ, നിങ്ങൾ വായിച്ചാലാ പോരാത്തതിനെ നമുക്ക് ഇങ്ങനെ വലിയ ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്യുന്ന ടൈപ്പ് അല്ല നമ്മുടെ എക്സാം എന്ന് പറയുന്നത്. ഇറ്റ്സ് ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് അല്ലെ? തീർച്ചയായിട്ടും ഒബ്ജക്റ്റീവ് ടൈപ്പ് ആയതുകൊണ്ട് ആ സെന്റൻസ് അങ്ങനെ തന്നെ നമ്മുടെ കണ്ണ് സ്ട്രൈക്ക് ചെയ്ത് വേണം നമുക്ക് അത് വായിച്ചു നോക്കാൻ. അതിന് വേണ്ടിയിട്ടാണ് ഞാൻ വായിക്കാത്തത്. ഞാൻ ഞാൻ ടീച്ചർ വായിച്ചപ്പോ അത് ക്ലിയർ ആയിട്ടുണ്ട്, അതുകൊണ്ട് നമ്മൾ വായിക്കണ്ട എന്നൊരു മൈൻഡ് ആക്കുകയെ, അതുകൊണ്ട് നമ്മൾ വായിക്കില്ല. ആൻഡ് ഇഫ് യു ഹാവ് എനി ഡൗട്ട് യു ക്യാൻ ക്ലിയർ ഇറ്റ്. ഓക്കെ, അപ്പൊ ഇനി നമ്മുടെ അടുത്തത് പ്രിഫിക്സ് എന്താണ്? പ്രിഫിക്സ് നമ്മൾ ഇംഗ്ലീഷിലൊക്കെ കേട്ടിട്ടുണ്ട് അല്ലെ? ഇംഗ്ലീഷ് ലാംഗ്വേജിൽ നമ്മൾ പ്രിഫിക്സുകൾ എന്ന് പറഞ്ഞാൽ എന്താ? അതായത് ഇറ്റ്സ് എ ഷോർട്ട് വേർഡ് ഓർ 2 or 3 letters which is added to the beginning of a word. ഒരു വാക്കിന്റെ മുമ്പിൽ അല്ലെ, മുമ്പിൽ നമ്മൾ ചിലപ്പോ ഒരു അക്ഷരം അല്ലെങ്കിൽ 2 അക്ഷരങ്ങള് അങ്ങനെ ചേർത്ത് മറ്റൊരു മീനിങ് ആയിട്ടുള്ള മറ്റൊരു വേർഡ് ഉണ്ടാക്കാറുണ്ട് ഇംഗ്ലീഷിൽ അല്ലെ? അപ്പൊ അങ്ങനെയുള്ള ആ ഒരു സംഭവത്തെയാണ് ആ ഒരു മുമ്പിൽ ചേർക്കുന്ന ആ ഒരു അഡീഷണൽ ആയിട്ട് ചേർക്കുന്ന ലെറ്റേഴ്സ് അല്ലെങ്കിൽ ആ ഒരു ഫ്രേസ് അല്ലെങ്കിൽ ഗ്രൂപ്പ് ഓഫ് ലെറ്റേഴ്സിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക? പ്രിഫിക്സ് എന്ന് വിളിക്കുക. ബിഗിനിങ്ങിൽ ചേർക്കുന്നത് പ്രിഫിക്സ്, തൊട്ട് താഴെ സഫിക്സും പറയുന്നുണ്ട്. അതായത് എൻഡ് ഓഫ് ദ വേർഡിന്റെ അറ്റത്ത് ചേർക്കുന്നത്. ഓക്കെ, അപ്പൊ അങ്ങനെ ചേർക്കുന്ന ചില കഷ്ണങ്ങളാണ് പ്രിഫിക്സും സഫിക്സും. ബിഗിനിങ് ഓഫ് ദ വേർഡ് ആണ് ചേർക്കുന്നതെങ്കിൽ അതിനെ നമ്മൾ പ്രിഫിക്സ് എന്ന് വിളിക്കും. എൻഡ് ഓഫ് ദ വേർഡ് ആണെങ്കിൽ നമ്മൾ ചേർക്കുന്നതിനെ സഫിക്സ് എന്ന് വിളിക്കും. ഓക്കെ, അപ്പൊ ഇതുപോലെ തന്നെ ഹോസ്പിറ്റൽസിൽ നമ്മൾ ജോലി ചെയ്യുമ്പോൾ അവിടെയുള്ള പല കാര്യങ്ങളും എന്താ പറയാ, ഒരു വേർഡിനെ അത്ര ചിലപ്പോ അതിന്റെ ആ ഒരു ഇന്റൻസിറ്റി, അതിന്റെ തീവ്രതയും അല്ലെങ്കിൽ ചില കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ആ പ്രിഫിക്സുകൾ അങ്ങനെ സാധാരണയായിട്ട് ചേർക്കുക. നമ്മുടെ കോമൺ ലാംഗ്വേജിലും വി ഓൾസോ യൂസ് മെനി പ്രിഫിക്സസ്. പല കാര്യങ്ങളും നമ്മൾ ചേർക്കാറുണ്ട്. ട്രൈസൈക്കിൾ ഉദാഹരണം സബ് മറൈൻ അല്ലെ? മറൈൻ എന്ന് പറയുന്ന വേർഡിന്റെ മുമ്പിൽ SUB എന്ന് പറയുന്ന സബ് ചേർത്തപ്പോൾ ഇറ്റ് ബിക്കംസ് സബ് മറൈൻ. ട്രൈസൈക്കിൾ, സൈക്കിൾ എന്ന് പറയുന്നതിന്റെ മുമ്പില് TRI ചേർത്തപ്പോൾ ട്രൈസൈക്കിൾ ആയി മാറി അല്ലെ? ഓട്ടോ പൈലറ്റിന്റെ മുമ്പിൽ ഓട്ടോ ചേർത്തപ്പോൾ ഇറ്റ് ബിക്കംസ് ഓട്ടോ പൈലറ്റ്. അങ്ങനെ മുൻപിൽ ഒരു വേർഡിന് മറ്റൊരു മീനിങ് വേർഡ് ഉണ്ടാക്കാൻ വേണ്ടി നമ്മൾ ഫോം ചെയ്യുന്ന വേർഡുകൾ അല്ലെങ്കിൽ ലെറ്റേഴ്സിനെയാണ് നമ്മൾ പ്രിഫിക്സ് എന്ന് വിളിക്കുക. ആൻഡ് ആസ് വെൽ ആസ് ഇതുപോലെ തന്നെ ഇറ്റ് ഈസ് ഓൾസോ യൂസ്ഡ് ഇൻ മെഡിക്കൽ ടേംസ്. മെഡിക്കൽ ടേംസിലും സയന്റിഫിക് ആയിട്ട് ഉപയോഗിക്കേണ്ട ചില കാര്യങ്ങൾക്ക് അവര് ഉപയോഗിക്കാറുണ്ട്. അതിന് വേണ്ടിയിട്ട് ഹോസ്പിറ്റൽസിൽ ഉപയോഗിക്കുന്ന വേർഡുകൾക്ക് ചില എക്സാമ്പിൾ പറഞ്ഞിട്ടുണ്ട്. ഇപ്പൊ വെന്റിലേഷൻ എന്ന് നമ്മൾ കേട്ടിട്ടുണ്ട് അല്ലെ? വെന്റിലേറ്റഡ് ആക്കുക പേഷ്യൻസിനെ, എന്താ പറയാ, വെന്റിലേഷനിൽ എന്താ പറയാ, വെന്റിലേഷൻ സപ്പോർട്ടോടുകൂടി. എന്താണ് വെന്റിലേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ നോർമൽ ബ്രീത്തിങ് ഒക്കെ കുറെ ഡൗൺ ആയി പോകുന്ന സമയത്ത് ബൈ ദ ഹെൽപ്പ് ഓഫ് എ മെഷീൻ അല്ലെ? ഒരു മെഷീന്റെ സഹായത്തോടെ ആ ഒരു എന്താ പറയാ ബ്രീതിങ് അതിന്റെ ആ റേറ്റ് ഒന്ന് ഇൻക്രീസ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന സപ്പോർട്ട് കൊടുക്കുന്നതാണ് വെന്റിലേഷൻ എന്ന് പറയുന്നത് അല്ലെ? അപ്പൊ അതിന്റെ മുമ്പിൽ ഹൈപ്പർ എന്ന് പറയുന്ന ഒരു വേർഡ് വന്നു കഴിഞ്ഞപ്പോ ഇറ്റ് ബിക്കംസ് ഹൈപ്പർ വെന്റിലേഷൻ. കണ്ടോ? വെന്റിലേഷനും ഹൈപ്പർ എന്ന് പറയുന്നത് മുമ്പില് പ്രിഫിക്സ് ചേർത്തപ്പോ അത് ഹൈപ്പർ വെന്റിലേഷൻ ആയിട്ട് മാറി. അങ്ങനെ നമുക്ക് മെഡിക്കൽ ടേംസിൽ ഒത്തിരി പ്രിഫിക്സുകളൊക്കെ ചേർത്തിട്ടുണ്ട്. പ്രിഫിക്സ് എല്ലാ വേർഡിലും പ്രിഫിക്സ് ചേർത്തിട്ടുള്ളതാണെന്ന് പറയാൻ പറ്റില്ല. സം വേർഡ്സ് ഫ്യൂ കോമൺലി എന്താ പറയാ പലതരത്തിലുള്ള കോമൺ ആയിട്ട് സംസാരിക്കുമ്പോൾ ഇവർക്ക് ഉപയോഗിക്കേണ്ടി വരുന്ന വേർഡ്സ് ആണ് ഇങ്ങനെ പ്രിഫിക്സ് ഒക്കെ ചേർത്തിട്ട് വരിക. ആൻഡ് വയൽ ഇങ്ങനെയുള്ള എന്താ പറയാ പ്രിഫിക്സുകളൊക്കെ ചേർക്കുമ്പോൾ ചില എന്താ മെഡിക്കൽ പ്രിഫിക്സുകൾ ചേർക്കുമ്പോൾ അതിന്റെ മീനിങ്സ് ടേംസ് ഒക്കെ ചിലപ്പോൾ എന്താ ചെയ്യാറുണ്ട്, മാറിപ്പോകും. ചിലപ്പോൾ നമുക്കത് ഫെമിലിയർ ആകണമെന്ന് നിർബന്ധമൊന്നുമില്ല, ബിക്കോസ് അവരാണ് അത് യൂസ് ചെയ്യുന്നത്. നമ്മൾ അതിന്റെ വേറെ വേർഷൻ ചിലപ്പോൾ ഉപയോഗിക്കുന്നുണ്ടായിരിക്കും. ഓക്കെ, അപ്പൊ ഹെൽത്ത് കെയർ ഇൻസ്റ്റിറ്റ്യൂഷൻസ്, ഹോസ്പിറ്റൽസ് ആണ് ഇത്തരം വേർഡ്സ് അവിടെ ഉപയോഗിക്കുക, പ്രിഫിക്സ് ചേർത്തിട്ടുള്ളത്. സോ ഇറ്റ് മേ നോട്ട് ബി ഫെമിലിയർ ടു അസ്. നമ്മളെ സംബന്ധിച്ചിടത്തോളം അത് അത്ര ഫെമിലിയർ ആകണമെന്ന് നിർബന്ധമൊന്നുമില്ല. അപ്പൊ മെഡിക്കൽ ഫീൽഡിൽ ഉപയോഗിക്കുന്ന പ്രിഫിക്സുകൾ ഒക്കെയാണ് നമ്മളുടെ എന്താ പറയാ ഈ മെഡിക്കൽ ടെർമിനോളജിയിൽ നിങ്ങൾക്ക് പഠിക്കാനുള്ള കുറെ ടേംസ് അങ്ങനത്തെ തന്നിട്ടുണ്ട്. ഓക്കെ, അതിന് ജസ്റ്റ് ഒരു ഉദാഹരണമാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്, ഹൈപ്പർ വെന്റിലേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി അതുപോലെ തന്നെ മറ്റൊരു ആഡ് ഓൺ ചെയ്യുന്ന ലെറ്റേഴ്സ് അല്ലെങ്കിൽ ഗ്രൂപ്പ് ഓഫ് ലെറ്റേഴ്സ് ആണ് നമ്മൾ സഫിക്സ് എന്ന് വിളിക്കുക. വിച്ച് ഇസ് പ്ലേസ്ഡ് അറ്റ് ദ എൻഡ് ഓഫ് എ വേർഡ്. ഒരു വേർഡിന്റെ
അറ്റത്ത് അല്ലെ ലാസ്റ്റ് ഭാഗത്തായിരിക്കും ഈ പറയുന്ന സഫിക്സുകൾ ചേർക്കുക. ഇതും അതുപോലെ തന്നെ പല ഡിഫറെന്റ് കണ്ടീഷൻസ്, ഡിഫറെന്റ് ഡിസീസസ്, ഓക്കെ, ഇതിനൊക്കെ വേണ്ടിയിട്ട് ആൻഡ് ഓൾസോ ഇറ്റ്സ് എ പാർട്ട് ഓഫ് സ്പീച്ച്. അവരുടെ സംസാരത്തിന് അങ്ങോട്ടും ഇങ്ങോട്ടും കാര്യങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനും ഒക്കെ വേണ്ടിയിട്ട് സഫിക്സുകളും ഉപയോഗിക്കാറുണ്ട്. കോമൺലി നമ്മുടെ ഹോസ്പിറ്റൽസ് ഉപയോഗിക്കുന്ന ഒരു സഫിക്സ് നമ്മുടെ എക്സാമ്പിൾ തന്നിട്ടുണ്ട്. ITS എന്ന് പറയുന്നത് ചേർത്താൽ എന്താണ് ITS എന്ന് പറഞ്ഞാൽ ഇൻഫ്ലമേഷൻ. ഇപ്പൊ ഈ ഇങ്ങനെ നീര് വെക്കുക, വീങ്ങുക എന്നൊക്കെ കേട്ടിട്ടുണ്ടല്ലോ അല്ലെ, അതാണ് അതിന്റെ മീനിങ്, ഇൻഫ്ലമേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ആൻഡ് ഈ പറയുന്ന ആർത്രോ എന്ന് പറയുന്ന ഒരു വേർഡിന്റെ ഒപ്പം ആർത്രോ അതിന്റെ കൂടെ ഈ ITS ചേർത്ത് കഴിഞ്ഞപ്പോ ഇത് ബിക്കോസ് ആർത്രോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജോയിന്റ് എന്ന തൊട്ടാ arthritis എന്ന് പറയുന്ന മറ്റൊരു വേർഡ് ആയി തീർന്നു. ദാറ്റ് മീൻസ് ഇൻഫ്ലമേഷൻ ഓൺ ദ പാർട്ട് ഓഫ് ജോയിന്റ്സ്. ഈ എന്താ പറയുക ജോയിന്റുകളൊക്കെ മുട്ടുകൾ അങ്ങനെയുള്ള ഭാഗങ്ങളിലൊക്കെ നീർവീക്കൊക്കെ വരിക അല്ലെ, അത് അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് എന്ത് ഉപയോഗിക്കുക, ആർത്രൈറ്റിസ് എന്ന വേർഡ് ഉപയോഗിക്കുക. അപ്പൊ ആർത്രോ എന്ന് പറയുന്നത് ജോയിന്റ് ആണ്. അപ്പൊ അതിന്റെ കൂടെ ITS ചേർത്ത് കഴിഞ്ഞപ്പോ ഇറ്റ് ബിക്കംസ് ആൻഡ് ഇറ്റ്സ് മീനിങ് ബിക്കംസ് ഇൻഫ്ലമേഷൻ ഓഫ് ജോയിന്റ്സ്, ജോയിന്റുകളുടെ ഇൻഫ്ലമേഷൻ എന്നാണ് വിളിക്കുക. ഓക്കെ, ഇനി എന്താ പറയാ ചിലപ്പോഴൊക്കെ ഈ സഫിക്സ് ചേർക്കുമ്പോൾ ഒരു പ്രത്യേകത, സഫിക്സ് ചേർക്കുമ്പോൾ ആ വേർഡിന്റെ പ്രൊനൗൺസിയേഷൻ കറക്റ്റ് ചെയ്യാൻ അല്ലെങ്കിൽ ആ എന്താ പറയാ ഒരു വേർഡ് കൃത്യമായിട്ട് അത് ഫോം ചെയ്യാൻ വേണ്ടിയിട്ട് ചിലപ്പോൾ ലാസ്റ്റ് ലെറ്റർ, ലാസ്റ്റ് ഒന്നോ രണ്ടോ ലെറ്റേഴ്സ് ഒക്കെ ചിലപ്പോൾ ഒന്ന് മാറ്റിയിരിക്കും. അതിനൊരു ഉദാഹരണം അവിടെ തന്നെ കണ്ടല്ലോ നിങ്ങൾ, ആർത്രോ എന്നായിരുന്നു ജോയിന്റ് എന്ന് പറയുന്നതിന്റെ മീനിങ് അല്ലെ, എന്നാൽ അവിടെ ഓ പോയി, അതിനകത്ത് ഓ പോയിട്ടാണ് അവിടെ ആർത്രൈറ്റീസ് എന്ന് വന്നത്. മനസ്സിലായോ? അതാണ് വേർഡിന്റെ പ്രൊനൗൺസിയേഷൻ, അവരുടെ ആ വേർഡിന്റെ സ്ട്രക്ചർ ഒക്കെ ഒന്ന് കറക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. സംടൈംസ് ദാറ്റ് ലാസ്റ്റ് ലെറ്റർ ഓർ ലെറ്റേഴ്സ് വിൽ ബി റിമൂവ്ഡ് ഫ്രം ദ വേർഡ്. ആ വേർഡിൽ നിന്ന് ആ ഒരു അക്ഷരം ചിലപ്പോഴൊക്കെ മാറ്റുന്നത്. അത് പ്രിഫിക്സിൽ വരില്ല, കാരണം പ്രിഫിക്സിൽ ആ മുമ്പിലല്ലേ ചേർക്കണേ. അപ്പൊ അവിടെ അക്ഷരം പറഞ്ഞു കഴിഞ്ഞാൽ ആ വേർഡ് അങ്ങനെ തന്നെ മാറിപ്പോകും, അങ്ങനെ മീനിങ് മാറിപ്പോകും. അത് പറ്റില്ല. സഫിക്സിനകത്താണ് നമ്മൾ എൻഡ് ഓഫ് ദ വേർഡിലാണ് ഇതുപോലെ ചിലപ്പോ ഒരു ലെറ്റർ ആയിരിക്കാം ഇ എന്നോ ഓ എന്നോ ഒക്കെയുള്ള ഒരു ലെറ്റർ ആയിരിക്കാം മാറ്റിയിട്ട് ചിലപ്പോ അവിടെ ആ അക്ഷരം കൂടി ചേർത്ത് അല്ലെങ്കിൽ അക്ഷരങ്ങൾ കൂടി ചേർത്ത് സഫിക്സ് ഒന്ന് ജോയിൻ ചെയ്ത് പ്രൊനൗൺസിയേഷനും അതിന്റെ സ്ട്രക്ചറൊക്കെ ഒന്ന് കറക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ പറയുന്ന ലെറ്റേഴ്സ് അങ്ങനെ റിമൂവ് ചെയ്യുക. അപ്പൊ സഫിക്സ് എന്ന് പറയുന്നത് എൻഡ് ഓഫ് ദ പാർട്ട് ഓഫ് ദ വേർഡ് ആണ് ഉപയോഗിക്കുക. പ്രിഫിക്സ് എന്ന് പറയുന്നത് ബിഗിനിങ് പാർട്ട് ഓഫ് ദ വേർഡ് ആണ്, വേർഡിന്റെ മുൻവശത്താണ് ചേർക്കുക. ആ ഫസ്റ്റ് രണ്ട് സെന്റൻസ് ഒന്ന് അണ്ടർലൈൻ ചെയ്ത് വെച്ചേക്കാം. സോ ദാറ്റ് നിങ്ങൾക്ക് ഒറ്റ സെന്റൻസിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് കാര്യത്തിന്റെ ആ ഒരു അർത്ഥം മനസ്സിലാകും. പ്രിഫിക്സിന്റെ ആ ഫസ്റ്റ് സെന്റൻസ്, a prefix means a word attached in the beginning of a word എന്നുള്ളതൊന്ന് അണ്ടർലൈൻ ചെയ്തിരിക്കുക. അതുപോലെ തന്നെ സഫിക്സ് ആർ യൂസ്ഡ് അറ്റ് ദ എൻഡ് ഓഫ് ദ വേർഡ് ടു ആൾട്ടർ ദ റിയൽ മീനിങ്. മൊത്തത്തില് ആ വേർഡിന്റെ മീനിങ് തന്നെ, അർത്ഥം തന്നെ മാറ്റിമറിക്കുന്ന രീതിയിലാണ് സഫിക്സുകൾ ചേർക്കുക. ഓക്കെ, അണ്ടർലൈൻ ചെയ്തോ? അപ്പൊ അതൊക്കെ കോൺസെൻട്രേറ്റ് ചെയ്ത് വായിച്ചു പഠിക്കാൻ വേണ്ടിയിട്ടാണ് അത് അണ്ടർലൈൻ ചെയ്യാൻ പറയുന്നത്. ക്ലിയർ? മനസ്സിലായോ? റെസ്പോൺസ് ഇല്ലാണ്ടിരിക്കുകയാണ് എല്ലാവരും. ആ, കാലത്ത് തന്നെ ചാടി നിൽക്കണ്ടേ? ഓക്കെ, വെരി ഗുഡ്. യെസ്, ഇനി അടുത്താണ് റൂട്ട് വേർഡ് ആണ്. റൂട്ട് വേർഡ് എന്ന് പറയുന്നത് ഇറ്റ്സ് ദ മെയിൻ പാർട്ട്. നമുക്കറിയാം ഒരു എന്താ പറയാ മെയിൻ പാർട്ട് എന്ന് പറയാം, ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗമാണ് വേർഡിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗത്തെയാണ് നമ്മൾ റൂട്ട് വേർഡ് എന്ന് വിളിക്കുക. അതും ഒന്ന് അനലൈസ് ചെയ്തേക്ക് കേട്ടോ. അത് ചീഫ് പാർട്ട് ഓഫ് ദ സ്റ്റെം ഓഫ് എ വേർഡ് ഈസ് നോൺ ആസ് റൂട്ട് വേർഡ്. ഏറ്റവും മുഖ്യമായ വേർഡിന്റെ ഇപ്പൊ നമ്മുടെ ഹോസ്പിറ്റൽസിൽ ഡിഫറെന്റ് സിറ്റുവേഷൻസ്, കണ്ടീഷൻസ്, ഡിസീസസ് ഒക്കെ എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് ചിലപ്പോൾ ഒരു വേർഡ് ഉണ്ടായിരിക്കും. ആ വേർഡിന്റെ മുമ്പിൽ പ്രിഫിക്സ് ആയിട്ടും സഫിക്സ് ആയിട്ടും ചേർത്ത് വരുമ്പോൾ മറ്റൊരു വേർഡ് ഉണ്ടായിരിക്കും. അപ്പൊ അതിനൊരു റൂട്ട് വേർഡ് ഉണ്ടായിരിക്കുമല്ലോ. അങ്ങനെയുള്ള ചീഫ് പാർട്ട് ഓഫ് ദ വേർഡിനെയാണ് നമ്മൾ റൂട്ട് വേർഡ് എന്ന് വിളിക്കുക. ആൻഡ് ഇറ്റ് ഈസ് ഓൾസോ ഹാവിംഗ് എൻ എസെൻഷ്യൽ മീനിങ്. തീർച്ചയായിട്ടും ഒരു റൂട്ട് വേർഡിന് ഒരു കൃത്യമായ ഒരു വേർഡ് മീനിങ് ഉണ്ടായിരിക്കും. അത് ചിലപ്പോൾ നമ്മുടെ ബോഡി പാർട്സിനെ കുറിച്ച് പറയുന്നതാകാം, ഏതെങ്കിലും ആയിരിക്കാം. ഓക്കെ, ആൻഡ് ഓൾസോ ഇതിന്റെ കൂടെ നമ്മള് റൂട്ട് വേർഡിന്റെ കൂടെ നമ്മള് വൊവൽസ് ഒക്കെ, അതായത് ഐ യു യൂത്ത വൊവൽസ് ഒക്കെ ബ്ലെൻഡ് ചെയ്ത് എന്ത് ചെയ്യും, പ്രിഫിക്സും സഫിക്സും ഒക്കെ ആണല്ലോ അപ്പൊ അതിനകത്ത് വരിക. അതൊക്കെ ചേർന്ന് വരുമ്പോൾ ഇറ്റ് ബിക്കംസ് ഡിഫറെന്റ് കണ്ടീഷൻ ഓർ സ്ട്രക്ചർ. അത് മറ്റൊരു വേർഡ് ആയിട്ട് മാറുന്നു എന്നുള്ളതാണ് മറ്റൊരു പ്രത്യേകത. ഓക്കെ, ഇനി നമ്മളുടെ എന്താ പറയാ എമർജൻസി, അതായത് നമ്മുടെ റെഗുലർലി യൂസ് ചെയ്യുന്ന കുറച്ച് എന്താ പറയാ റൂട്ട് വേർഡുകൾ അതിന് പറഞ്ഞിരിക്കുന്നത് എക്സാമ്പിൾ പറഞ്ഞിട്ടുണ്ട്. EMS, CPR എന്നൊക്കെ പറയുന്ന ചില വേർഡുകൾ ഉണ്ട് കേട്ടോ. അതൊക്കെ ഷോർട്ട് ഫോംസ് ആയിട്ട് എഴുതിയിരിക്കുന്നതാണ്. EMSന്റെ ഫുൾ ഫോം എന്താ? എമർജൻസി മെഡിക്കൽ സർവീസസ് ആണ് അല്ലെ. എമർജൻസി മെഡിക്കൽ സർവീസസ്. CPR എന്താ? കാർഡിയോ പൾമിനറി റെസിസിറ്റേഷൻ എന്ന് പറയുന്നതാണ് അല്ലെ. കാർഡിയോ പൾമിനറി റെസിസിറ്റേഷൻ എന്താ? CPR കൊടുക്കാന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ടല്ലോ അല്ലെ. ഈ അടുത്ത
കാലഘട്ടങ്ങളിലായിട്ട് ഇപ്പൊ കൂടുതലും കേൾക്കുന്ന രോഗങ്ങളാണ് മയോകാർഡിയൽ ഇൻഫാക്ഷൻ, ഹാർട്ട് അറ്റാക്കുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ. സോ പിന്നെ പേഴ്സൺ ഫാൾസ് ഡൗൺ അല്ലെ, പെട്ടെന്ന് എന്തെങ്കിലുമൊക്കെ ഈ ചെയ്തോളൂ, പെട്ടെന്ന് കുഴഞ്ഞു വീഴുക, അങ്ങനെയൊക്കെ സംഭവിക്കുന്ന സമയത്ത് ഇയാള് എന്താ പറയുക ഹാർട്ടുമായിട്ട് ബന്ധപ്പെട്ടുള്ള എന്തെങ്കിലും പ്രശ്നം കൊണ്ടാണോ വീണത് എന്നൊക്കെ അറിയാനും അതനുസരിച്ച് അങ്ങനെയാണെങ്കിൽ അവർക്ക് കൊടുക്കേണ്ട ഒരു ഫസ്റ്റ് എയ്ഡ് ആണ് CPR എന്ന് പറയുന്നത് അല്ലെ. നമ്മൾ കൈയൊക്കെ ഇങ്ങനെ പ്രസ് ചെയ്ത ഒരു പൊസിഷനിൽ നമുക്കറിയാം നമ്മുടെ എന്താ പറയാ ബിറ്റ്വീനിൽ ഇതിന്റെ ഇടയിൽ കൃത്യമായിട്ട് നടുക്കായിട്ട് വെച്ചിട്ട് ഒരു രീതിയിൽ പ്രസ് ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ നമ്മൾ എന്ത് ചെയ്യാം, അവരുടെ മൗത്തിലേക്ക് ശ്വാസം കൊടുക്കുകയും ചെയ്യുന്ന ഒരു പ്രൊസീജിയർ ആണ്. ഇന്ന് ഒത്തിരി നമുക്ക് അതിന് വേണ്ടിയിട്ടുള്ള എന്താ പറയാ നമ്മളെ അവെയർ ചെയ്യാനുള്ള വീഡിയോസ് ഒക്കെ ഇന്ന് ഒരുപാട് മീഡിയാസിലൂടെ സോഷ്യൽ മീഡിയാസിലൂടെ ഒക്കെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ബിക്കോസ് ആ കോവിഡ് ഒക്കെ വരുന്നതിന് ശേഷം ഉണ്ടാകുന്ന ഒരുപാട് മരണങ്ങൾക്ക് കാരണം ഇതാണ് അല്ലെ. അപ്പൊ അതുകൊണ്ട് തന്നെ അതിന് നമുക്ക് പറ്റാവുന്ന രീതിയിൽ ആളുകൾക്ക് നമ്മൾക്ക് ഒരു ജീവൻ രക്ഷിക്കാൻ പറ്റുന്നതിന് വേണ്ടിയിട്ടുള്ള ചില ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോസ് പലരും ഷെയർ ചെയ്തിരുന്നു. ഈ CPR കൊടുക്കുന്നത് എങ്ങനെയാ എന്നുള്ളത് അല്ലെ. അപ്പൊ ചിലപ്പോ നമ്മളത് പ്രൊവൈഡ് ചെയ്യുന്നത് വഴി വി ക്യാൻ ബ്രിങ് ദാറ്റ് ബാക്ക് ടു ദെയർ ലൈഫ് അല്ലെ. തീർച്ചയായിട്ടും അവർ ചിലപ്പോൾ നമുക്ക് ജീവനിലേക്ക് കൊണ്ടുവരാൻ സാധിക്കുകയും ചെയ്യും. അപ്പൊ അങ്ങനെയൊക്കെ കൊടുക്കുന്നത്. അപ്പൊ ഈ റെഗുലർ ആയിട്ട് ഹോസ്പിറ്റൽസ് ഉപയോഗിക്കുന്ന ചില വേർഡുകൾ ഇങ്ങനത്തെയൊക്കെയാണ്: എമർജൻസി മെഡിക്കൽ സർവീസസ്, EMS, CPR, അതുപോലെയുള്ള ചില റൂട്ട് വേർഡുകളൊക്കെ നമുക്ക് ഉപയോഗിക്കുന്നുണ്ട്. ഇപ്പൊ CPR എന്ന് കൊടുക്കുമ്പോൾ കാർഡിയോ പൾമനറി റെസിസിറ്റേഷൻ, കാർഡിയോ മീൻസ് വിച്ച് ഇസ് റിലേറ്റിംഗ് ടു ഹാർട്ട് അല്ലെ. കാർഡിയോ എന്ന് പറയുന്നത് ഹാർട്ടുമായി ബന്ധപ്പെട്ടത്, പൾമനറി എന്ന് പറയുന്നത് ലങ്സ് ആണ്. ഓക്കെ, മീനിങ് ലങ്സ് ആണ് അതിന്റെ അർത്ഥം വരുന്നത്. അപ്പൊ അങ്ങനെയൊക്കെയുള്ള ചില പ്രധാനപ്പെട്ട റൂട്ട് വേർഡുകളൊക്കെ നമ്മളുടെ ഹോസ്പിറ്റൽസ്, ഇപ്പൊ കാർഡിയോ എന്ന് പറയുന്നത്, പൾമനറി എന്ന് പറയുന്നത് റൂട്ട് വേർഡുകളാണ്. കാർഡിയോ റിലേറ്റിംഗ് ടു ഹാർട്ട്, അതിന് കൃത്യമായ ഒരു അർത്ഥമുണ്ട്. പൾമനറി ലങ്സുമായി റിലേറ്റ് ചെയ്തതാണ്. അപ്പൊ അതുകൊണ്ട് അത്തരം ചില റൂട്ട് വേർഡുകളൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, കണക്ട് ചെയ്തിട്ടാണ് പല മെഡിക്കൽ ടേമുകളും ഫോം ചെയ്തിട്ടുള്ളത്. അത് അവരുടെ കമ്മ്യൂണിക്കേഷൻസിന് വേണ്ടിയിട്ട് ഹോസ്പിറ്റൽ ഡീൽ ചെയ്യുന്ന അല്ലെങ്കിൽ അതിൽ പ്രവർത്തിക്കുന്ന ജോലി ചെയ്യുന്ന ആളുകൾ പരസ്പരം അങ്ങോട്ടും കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനാണ് ഇത് ഉപയോഗിക്കുക. ഓക്കെ, ഇനി അവിടെ CPR എന്താണെന്ന് അവിടെ CPR എന്താണെന്നല്ല, CPR കൊണ്ട് എന്താ ഉദ്ദേശിക്കുന്നത് പറയുന്നത്, എക്സിക്യൂട്ടിംഗ് CPR വി ഇൻട്രൊഡ്യൂസ് എയർ ഇൻ ടു ദ ലങ്സ്. നമുക്കറിയാം ലങ്സിലേക്ക്, ആ ശ്വാസ കോശത്തിലേക്ക് നമ്മൾ കൂടുതൽ എയർ അവിടെ പുഷ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യാം. സോ ദാറ്റ് ബൈ പ്രസിംഗ് അവർ ഹാൻഡ്, നമ്മളിവിടെ ഹാർട്ടിന്റെ അടുത്ത ഭാഗത്തായിട്ട് ആ കൈ ഇങ്ങനെ വെച്ചിട്ടാണ് നമ്മളിങ്ങനെ പ്രസ് ചെയ്യുന്ന സമയത്ത് ആളുടെ ബ്ലഡ് സർക്കുലേറ്റ് ചെയ്യാനും ശ്വാസം അതോടൊപ്പം തന്നെ കൊടുക്കുന്നുണ്ട്. അപ്പൊ ഈ രണ്ട് കാര്യങ്ങളും ഒരുമിച്ച് നടക്കുന്ന ആ ഒരു സമയത്ത് ചിലപ്പോൾ ആൾക്ക് ആ പേഷ്യന്റ് നമുക്ക് റിവൈവ് ചെയ്യാൻ അല്ലെങ്കിൽ ആളെ ലൈഫിലേക്ക് തിരിച്ചു കൊണ്ടുവരാനായിട്ട് സാധിക്കുമെന്നുള്ളതാണ്. ഓക്കെ, അതവിടെ ജസ്റ്റ് ഒരു ഉദാഹരണം പറഞ്ഞിരിക്കുന്നു എന്ന് മാത്രമാണ് റൂട്ട് വേർഡ്. അപ്പൊ റൂട്ട് വേർഡ് എന്ന് പറയുന്ന ആ ഒരു സെന്റൻസ് ഒന്ന് അണ്ടർലൈൻ ചെയ്തിരിക്കുക. റൂട്ട് വേർഡിന്റെ എക്സാമ്പിൾസ് ഒക്കെ അവിടെ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ സഫിക്സിന്റെ എക്സാമ്പിൾസും പ്രിഫിക്സിന്റെ എക്സാമ്പിൾസും ഒക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ കുറച്ച് കൂടുതലായിട്ട് അടുത്ത പേജുകളിൽ ഒരുപാട് അവിടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പൊ നമുക്ക് അതൊക്കെ ഒന്ന് പഠിക്കാം. ഓക്കെ, മനസ്സിലായോ എന്താണെന്ന് റൂട്ട് വേർഡ്സ്? ക്ലിയർ ആയോ? സെന്റൻസിൽ എന്തെങ്കിലും അർത്ഥം മനസ്സിലാകുന്നില്ലല്ലോ? ഹലോ. ഓക്കെ. Then next one എന്താണ്? അബ്രീവിയേഷൻ ആണ്. അബ്രീവിയേഷൻ, ഷോർട്ട് ഫോംസ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം അല്ലെ. സാധാരണ നമ്മൾ അബ്രീവിയേഷൻസിന് ഷോർട്ട് ഫോംസ് ഒക്കെ പറയാറുണ്ട്. ഇത് എന്ന് പറയുന്നതും ഇതുപോലെ തന്നെ ഹോസ്പിറ്റൽസിലും അബ്രീവിയേഷൻസ് ഷോർട്ട് ആൻഡ് നോട്ട്സ് ആണ്. അതായത് ചില വലുതാക്കിയ ഹോസ്പിറ്റൽസ് ആകുമ്പോൾ ഡോക്ടർമാരെ തന്നെ ഒന്ന് ജസ്റ്റ് ഒന്ന് ആലോചിച്ച് നോക്കും, അവർ പ്രിസ്ക്രൈബ് ചെയ്യുന്ന ചില മെഡിസിൻസിന്റെ പേര് ഭയങ്കര ലെങ്തിയാണ്. ചില കാര്യങ്ങൾക്ക് ട്രീറ്റ്മെന്റ് കൊടുക്കുന്ന കാര്യങ്ങളെ കുറിച്ച് എഴുതാൻ ഇങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്തൊക്കെ ഇതാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം അവിടെ ഇത്തിരി ടൈം കൺസ്യൂമിംഗ് ആണ്. ഒത്തിരി ആളുകളെ അവരുടെ സമയവും മറ്റും ഒക്കെ എല്ലാവരും ഇമ്പോർട്ടന്റ് തന്നെയാണ്. അവിടെ പുറത്ത് ഒരുപാട് രോഗികളൊക്കെ ഉള്ള ഡോക്ടേഴ്സ് ഒക്കെ ആണല്ലേ എന്ന് വെച്ചാൽ ഒത്തിരി ആളുകളെ ട്രീറ്റ് ചെയ്യുന്ന ഒരു ദിവസത്തിൽ അതിന് ഒരുപാട് ചീത്തൊക്കെ വരുന്ന ഡോക്ടേഴ്സ് ഒക്കെ ഉണ്ടെങ്കിൽ അവിടെ ഓൾറെഡി അടുത്തടുത്ത ആളുകൾ പേഷ്യൻസ് ഡോക്ടറെ കാണാനായിട്ട് കൺസൾട്ട് ചെയ്യാനായിട്ട് വെയിറ്റിംഗിലായിരിക്കും. അങ്ങനെയൊക്കെ വരുമ്പോൾ ഇതൊക്കെ ഇങ്ങനെ വലുതായിട്ട് നോട്ട് പോലെയൊക്കെ എഴുതിക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്ര എളുപ്പമുള്ള കാര്യമല്ല. സോ ഇതെല്ലാം ഷോർട്ട് നോട്ട്സ് ആയിട്ട്, ഷോർട്ട് ആൻഡ് നോട്ട്സ് ആയിട്ട് അല്ലെങ്കിൽ ഡോക്യുമെന്റുകളായിട്ട് പ്രിപ്പയർ ചെയ്യാനാണ് നമ്മൾ അബ്രീവിയേഷൻസും ഉപയോഗിക്കാം. ആൻഡ് പേഷ്യൻസിന്റെ കെയർ ചെയ്യുന്ന സമയത്ത് വൈൽ റൈറ്റിംഗ് ദ റിപ്പോർട്ട്സ് അല്ലെ, ഓരോ ദിവസവും ഹോസ്പിറ്റലിൽ വരുന്ന പേഷ്യൻസിനെ സംബന്ധിക്കുന്ന ചില കാര്യങ്ങൾ, അഡ്മിറ്റ് ചെയ്തിരിക്കുന്ന പേഷ്യൻസിനെ സംബന്ധിക്കുന്ന റിപ്പോർട്ടൊക്കെ തയ്യാറാക്കും. അവരുടെ പ്രോഗ്രസ് നോട്ടുകൾ അവര് ഫോളോ അപ്പിന് വരുമ്പോ, അതായത് ഒരു ദിവസം ഹോസ്പിറ്റലിൽ വന്ന് മരുന്നൊക്കെ വാങ്ങിച്ച് 2 ദിവസം കഴിഞ്ഞ് വരാൻ പറഞ്ഞു, അന്നേരം വന്ന് കഴിയുമ്പോൾ അതിന്റെ കാര്യങ്ങൾ നോട്ട് ചെയ്ത് വെക്കും. അപ്പൊ ഇതൊക്കെ വലിയ കുറിപ്പുകളൊക്കെ ആയിട്ട് ഇത് വെക്കാന്ന് പറഞ്ഞാൽ
അത്ര എളുപ്പമുള്ള കാര്യമല്ല. എളുപ്പമുള്ളതെന്നല്ല, അതിനുള്ള സമയമൊന്നും ഇവിടെ ഇല്ല അല്ലെ. അപ്പൊ അതുകൊണ്ട് ഇതെല്ലാം ഷോർട്ട് ആൻഡ് നോട്ട്സ് ആയിട്ട് പേഷ്യൻസിന്റെ കെയറിംഗ് കൊടുക്കുന്ന റിപ്പോർട്ട്സ് ആയിരിക്കാം. എല്ലാത്തിനും യൂസ് അബ്രീവിയേറ്റഡ് ഫോംസ്. അപ്പൊ അങ്ങനെയുള്ള അബ്രീവിയേഷൻസ് ആയിരിക്കും അവിടെ പലപ്പോഴും ഉപയോഗിക്കേണ്ടി വരിക. സോ ഇങ്ങനെ അബ്രീവിയേഷൻസ് ഉപയോഗിക്കുമ്പോൾ എന്ത് ചെയ്യണം, അതിന് അതിൻ്റെതായ നിയമങ്ങൾ പാലിച്ചിട്ട് വേണം അബ്രീവിയേഷൻസ് ഉപയോഗിക്കാൻ. സോ ദാറ്റ് അതർവൈസ് എന്ത് പറ്റും, ചിലപ്പോ അല്ലെങ്കിൽ എന്ത് പറ്റും, they may have some confusions and also errors. ഇപ്പൊ ചില അബ്രീവിയേഷൻ ഞാൻ മനസ്സിൽ ഇതാണ് ചുരുക്കുരൂപമായിട്ട് ഉദ്ദേശിച്ചത്, പക്ഷെ മറ്റൊരാളത് റെഫർ ചെയ്യുന്നത് വേറെ രീതിയിലാണെങ്കിലോ അപ്പൊ കൺഫ്യൂഷൻസ് വരാം, ചിലപ്പോൾ തെറ്റുകൾ വരാം. ഇറ്റ് മേ ലീഡ്സ് ടു ഡേഞ്ചറസ് സിറ്റുവേഷൻസ്. അങ്ങനെ വരുമ്പോൾ എന്ത് പറ്റും, ചിലപ്പോൾ അപകടകരമായ സ്ഥിതിയിലേക്കൊക്കെ പോകേണ്ടി വരും അല്ലെ. ഞാൻ ഇന്ന സാധനമാണ് ഉദ്ദേശിച്ചത്, പക്ഷെ റെഫർ ചെയ്യാനും കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ഉദ്ദേശിച്ചത് വേറെയാണ്. അങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞാൽ ബുദ്ധിമുട്ടാണ്. അപ്പൊ അതിൻ്റെതായ അബ്രീവിയേഷൻസ് കൃത്യമായിട്ടുണ്ട്, ലോഫുള്ളി അവര് ആക്സെപ്റ്റ് ചെയ്തിരിക്കുന്ന ഇന്റർനാഷണൽ ലെവലിൽ ആക്സെപ്റ്റ് ചെയ്തിരിക്കുന്ന അബ്രീവിയേഷൻസും റൂട്ട് വേർഡ് പ്രിഫിക്സും ഒക്കെ ഉണ്ട്. സോ ദേ ഹാവ് ടു യൂസ് സച്ച് വേർഡ്സ്. അത്തരം കാര്യങ്ങൾ തന്നെയാണ് ഉപയോഗിക്കേണ്ടത്. അല്ലാതെ എനിക്ക് തോന്നുന്ന പോലെ അബ്രീവിയേറ്റഡ് ഫോം ഒക്കെ ഇപ്പൊ നമ്മള് പല ആളുകൾക്കും ടെക്സ്റ്റ് മെസ്സേജസ് വിടാറില്ലേ, ഇല്ലേ, മെസ്സേജ് വിടാറില്ലേ പരസ്പരം, ഇൻസ്റ്റയിലും വാട്സപ്പിലും ഒക്കെ നമ്മൾ മെസ്സേജസ് സെൻഡ് ചെയ്യാറുണ്ട്. അപ്പൊ നമുക്ക് എന്താ പറയാ, ഇപ്പൊ നമ്മളെ പോലെ തന്നെ ഉള്ള അത് ആ മെസ്സേജസ് റീഡ് ചെയ്യുന്ന ആളുകൾക്കും പരസ്പരം കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ട് ചിലപ്പോൾ നമ്മൾ നമ്മളുടെ ചില സെന്റൻസിനെയൊക്കെ അല്ലെങ്കിൽ ചില വേർഡിനെയൊക്കെ ചുരുക്കി അതിന് ഷോർട്ട് ആയിട്ട് ഉപയോഗിക്കാം. പക്ഷെ അത് മറ്റൊരാള്, അതായത് എല്ലാവരെയും ഇതുമായിട്ട് ഒരു ബന്ധമില്ലാത്ത ഒരാളോട് റീഡ് ചെയ്യുമ്പോൾ അവരെന്തോ കമ്മ്യൂണിക്കേറ്റ് അത് തന്നെ മനസ്സിലാക്കിയെടുക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല. നമ്മൾ നമ്മളുടെ കൺവീനിയൻസ് സൗകര്യപ്രദമായ രീതിയിലാണ് ആ മെസ്സേജസിനെ ചുരുക്കാൻ വേണ്ടിയിട്ട് ഇതുപോലെ ലെറ്റേഴ്സും ഇതുപോലെയൊക്കെ ചുരുക്കി ഉപയോഗിക്കാം. പക്ഷെ അത് വേൾഡ് വൈഡ് ആക്സെപ്റ്റഡ് ആയിട്ടുള്ള മെസ്സേജിങ് അല്ലെങ്കിൽ രീതി അല്ല അത് ശരിക്കും. ഓക്കെ, അപ്പൊ അത് വേറെ ആളുകൾക്ക് മനസ്സിലാവണമെന്നില്ല. ഇപ്പൊ എന്തിനു പറയുന്നത്, നമ്മുടെ കുട്ടികളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പരസ്പരം എന്തെങ്കിലുമൊക്കെ ആളുകൾക്ക് മെസ്സേജ് ചെയ്യുന്നുണ്ടായിരിക്കും. നമ്മൾ ജസ്റ്റ് ഒന്ന് വെറുതെ അതിനകത്ത് ചേർന്ന് നോക്കി കഴിഞ്ഞാൽ അവർ ഉദ്ദേശിക്കുന്ന കാര്യം, കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന കാര്യം എന്താണെന്ന് അവർക്ക് തന്നെ അറിയുള്ളൂ. കാരണം അവരതിന്റെ പലതും ചുരുക്കരൂപങ്ങള് അവരുടേതായ സ്റ്റൈലിലുള്ള വേർഡുകളൊക്കെ ആയിരിക്കും അവിടെ ഉപയോഗിച്ചിരിക്കാം. പക്ഷേ ഹോസ്പിറ്റൽസിൽ അങ്ങനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇത് നമുക്ക് ഇത്ര വലുതാണ്, അപ്പൊ എനിക്ക് എന്റെ രീതിയിൽ ചുരുക്കാം, അത് പറ്റില്ല എന്നാണ്. അപ്പൊ അത് ഒത്തിരി കൺഫ്യൂഷൻസിലേക്കും ചിലപ്പോഴൊക്കെ ഡേഞ്ചറസ് സിറ്റുവേഷൻസിലേക്കും പോകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഇച്ച് ആൻഡ് എവറി ഡോക്യുമെന്റ്സ് അവർ ഉപയോഗിക്കുന്ന ഇത്തരം അബ്രീവിയേറ്റഡ് ഫോംസ് മറ്റു കാര്യങ്ങളൊക്കെ അവരുടെ എന്താ പറയാ ഡോക്യുമെന്റ്സിൽ ഉപയോഗിക്കുമ്പോൾ മറ്റ് ഹെൽത്ത് കെയർ പ്രൊഫഷണൽസ് ഷുഡ് ഓൾസോ ഹെൽപ്പ് ദം ടു ഡെസിഫർ എന്ന് പറഞ്ഞാൽ അവർക്കും അതേ രീതിയിൽ തന്നെ മനസ്സിലാക്കിയെടുക്കണം. ഞാൻ എന്താണ് ഉദ്ദേശിച്ചത് അത് തന്നെയായിരിക്കണം റെസിപ്പിയന്റ് ഓഫ് ദാറ്റ് പർട്ടിക്കുലർ വേർഡ്. ആ ഒരു കമ്മ്യൂണിക്കേഷന് വേണ്ടിയിട്ട് ആർക്കാണോ കൊടുത്തത് അവരും അത് അതേ രീതിയിൽ തന്നെയായിരിക്കണം റീഡ് ചെയ്യേണ്ടത്. ഓക്കെ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ക്ലിയർ ആയോ? ഞാൻ എന്താ പറഞ്ഞത് മനസ്സിലായോ? എന്താ ഞാൻ പറയാൻ ഉദ്ദേശിച്ചത് നിങ്ങൾക്ക് മനസ്സിലായോ? പറയേ. ഓക്കെ. അതെ അതെ, BP എന്നൊക്കെ പറയുന്നതൊക്കെ അബ്രീവിയേറ്റഡ് ഫോം ആണ്. ഓക്കെ, അപ്പൊ അങ്ങനെ abbreviations while they are using before making some abbreviations, ഇതുപോലെയുള്ള അബ്രീവിയേഷൻസ് ഒക്കെ ഉപയോഗിക്കുന്നതിന് മുമ്പ് തന്നെ അത് അപ്രൂവ്ഡ് ആയിട്ടുള്ള അബ്രീവിയേഷൻസ് ആണോ എന്ന് നമ്മൾ എൻഷുർ ചെയ്യണം, മേക്ക് ഷുവർ ചെയ്യണമേ. അപ്പൊ ഇത് നമുക്ക് ഇതിന് അബ്രീവിയേറ്റഡ് ഫോമായിട്ട് ഇങ്ങനെ ഉപയോഗിക്കാൻ പറ്റുമോ എന്നൊക്കെ മനസ്സിലാക്കണം. അപ്പൊ അവർക്ക് അറിയില്ലെങ്കിൽ അതനുസരിച്ച് അത് നോക്കി റെഫർ ചെയ്തതിനു ശേഷം അവർക്ക് ഉപയോഗിക്കാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ അതല്ലാന്നുണ്ടെങ്കിൽ കൃത്യമായിട്ട് എന്താണ് ഉദ്ദേശിച്ചത് വെച്ചാൽ കൃത്യമായിട്ട് അതങ്ങനെ എഴുതി വെക്കാം. അതർവൈസ് അവരെന്ത് ചെയ്യണം, അപ്രൂവ്ഡ് ആയിട്ടുള്ള അബ്രീവിയേഷൻസ് ആണോ. ആൻഡ് അത് മാത്രമല്ല നമ്മളുടെ ആ ഒരു ജുറിസ്ഡിക്ഷൻ ഏരിയയിൽ നമ്മളുടെ പരിധിയിൽ പെട്ട ആളുകൾക്ക് അത്തരം കാര്യങ്ങൾ അത് കമ്മ്യൂണിക്കേറ്റ് ചെയ്താൽ അവരും അതേ രീതിയിൽ തന്നെ ആയിരിക്കും അത് റീഡ് ചെയ്യുക എന്നത് മനസ്സിലാക്കിയിട്ട് വേണം they can use abbreviations. ഹോസ്പിറ്റൽസിലായാലും അബ്രീവിയേഷൻസ് ഉപയോഗിക്കാൻ. അതാണ് പറഞ്ഞിരിക്കുന്നത്. ക്ലിയർ ആയോ? മനസ്സിലായല്ലോ? So now let's go through some prefixes. നമ്മളുടെ ഹെൽത്ത് കെയർ അല്ലെങ്കിൽ ഹോസ്പിറ്റൽസിൽ ഉപയോഗിക്കുന്ന ചില പ്രിഫിക്സുകളൊക്കെ നമുക്കൊന്ന് പരിചയപ്പെടാം. ഇനി ഇത് നിങ്ങൾ കാണുമ്പോൾ നിങ്ങൾക്ക് അറിയാം പ്രിഫിക്സുകൾ എത്ര എണ്ണം എഴുതിയിട്ടുണ്ട്. നമുക്ക് പ്രിന്റർ നോട്ടില് അല്ലെങ്കിൽ ഇവിടെ തന്നിരിക്കുന്ന ഈ എന്റെ സ്ക്രീനിൽ ഞാൻ അവിടെ ഡിസ്പ്ലേ ചെയ്തിരിക്കുന്നത് നോക്കിക്കഴിഞ്ഞാൽ കാണാം ഒരു 127 പ്രിഫിക്സുകൾ മാത്രം നമുക്ക് പഠിക്കാനുണ്ട്. ഇതൊന്നും ഞങ്ങൾ എങ്ങനെ പഠിക്കും ടീച്ചറെ എന്ന് ഇപ്പൊ ചിലര് ആളുകൾ അവിടെ ഇരുന്ന് മനസ്സിൽ പറയുന്നുണ്ടായിരിക്കും. നമ്മളിത് മുഴുവനൊന്നും പഠിക്കുന്നില്ല. ഇത് മുഴുവനും പഠിക്കില്ലെങ്കിൽ പിന്നെ ഇത് മുഴുവൻ തന്നേക്കുന്നത്. കാരണം എന്താ അറിയോ, ഇത് മുഴുവൻ പഠിച്ചില്ലെങ്കിലും ഇതെല്ലാം നമ്മൾ അറിയണം. ഞാൻ പറഞ്ഞില്ല, ഇപ്പൊ തന്നെ പറഞ്ഞല്ലോ, ഹോസ്പിറ്റൽസിലെ പല അബ്രീവിയേഷൻസും പ്രിഫിക്സുകളൊക്കെ നമ്മൾ ഉപയോഗിക്കുമ്പോൾ തോന്നി ഉപയോഗിക്കാൻ പാടില്ല എന്നുള്ളതാണ്. ഇപ്പൊ നമ്മളും എന്താ പറയാ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ ഒക്കെ പഠിക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാ?
പുറത്തെവിടെയെങ്കിലും ഏതെങ്കിലും എന്താ പറയുക ഏതെങ്കിലും ബിസിനസ് ഇൻസ്റ്റിറ്റ്യൂഷൻസിൽ ജോലി ചെയ്യാനല്ല, കൂടുതലും നമ്മുടെ ഹെൽത്ത് കെയർ ഇൻസ്റ്റിറ്റ്യൂഷൻസിന്റെ ഭാഗമാകാനാ നമ്മളിത് പഠിക്കണേ. സോ വൈൽ ദേ കമ്മ്യൂണിക്കേറ്റ്, അത് നമുക്കും മനസ്സിലാകണ്ടേ. അവർ പഠിച്ചിട്ടുണ്ട്, ഒരു ഡോക്ടർ പേഴ്സണോട് എന്തെങ്കിലും കമ്മ്യൂണിക്കേറ്റ് ചെയ്തു, നമ്മൾ ഈ പറയുന്ന എല്ലാ ഡിപ്പാർട്ട്മെന്റും മാനേജ് ചെയ്യാൻ അല്ലെ, അവിടെയുള്ള കാര്യങ്ങളെല്ലാം ഓർഗനൈസ് ചെയ്യാനൊക്കെ നമുക്ക് കൂടി അതിനകത്ത് റെസ്പോൺസിബിലിറ്റി ഉണ്ട്. സോ അവരെന്താണ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ഉദ്ദേശിച്ചത്, അപ്പൊ അതിന്റെയൊക്കെ കുറെ കാര്യങ്ങൾ നമ്മളും അറിഞ്ഞിരിക്കണ്ടേ. അപ്പൊ അതിന് നിങ്ങൾക്ക് ഫ്യൂച്ചർ റെഫറൻസിന് നിങ്ങൾക്ക് പിന്നീട് അത് നോക്കി മനസ്സിലാക്കാനൂടെ ഒക്കെ വേണ്ടിയിട്ടാണ് ഇത്രയും ഈ പറയുന്ന പ്രിഫിക്സ്, സഫിക്സ്, റൂട്ട് വേർഡ്സ്, അബ്രിവിയേഷൻസ് ഒത്തിരി ഉണ്ട്, എല്ലാം കൂടി കൂട്ടി. അപ്പൊ അത് എല്ലാം നിങ്ങൾ മനസ്സിലാക്കി വെക്കണം, അല്ലെങ്കിൽ പിന്നീട് നിങ്ങൾക്ക് റെഫർ ചെയ്യാനൊക്കെ നിങ്ങൾക്ക് അത് ഉപയോഗിക്കാം. ഇന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് അബ്രിവിയേറ്റഡ് ഫോംസ് ഉപയോഗിക്കുന്നത്, ഇന്ന പ്രിഫിക്സ് ചേർത്ത് കഴിഞ്ഞാൽ എന്താണ് അതിന്റെ മീനിങ്ങിൽ വരുന്ന വ്യത്യാസം, എന്ത് മീനിങ് ആണ് ആ ഒരു പ്രിഫിക്സിനുള്ളത് എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ടാണ്. മുഴുവൻ നമ്മൾ പഠിക്കേണ്ട ഓരോ പേജ് കടന്നു പോകുമ്പോൾ ഞാൻ അതിനകത്ത് ഏതാണ് നിങ്ങൾ അത് പഠിക്കേണ്ടത്, അതായത് നമ്മുടെ എക്സാമിന് വേണ്ടി പഠിക്കേണ്ടത് ഏതാണ് നമ്മളൊന്ന് മാർക്ക് ചെയ്ത് തരും. അന്നേരം നിങ്ങളൊന്ന് മാർക്ക് ചെയ്ത് വെക്കാം ടെക്സ്റ്റ് ബുക്കിൽ. ക്ലിയർ ആയോ? പറഞ്ഞത് മനസ്സിലായ? അപ്പൊ ഫസ്റ്റ് പേജിൽ തന്നെ ഒരു 18 എണ്ണം കാണുന്നത്. ഈ 18 എണ്ണവും പഠിക്കേണ്ട എന്ന് മാത്രമേ, അതായത് കാണാതെ പഠിക്കേണ്ട എന്നാണ് ഞാൻ പറഞ്ഞത്. അതല്ലാതെ നമ്മൾ ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കണം. കാരണം നമ്മൾ അത് എല്ലാം കൂടി ഒറ്റയടിക്ക് ഇപ്പൊ ഈ 6 months കോഴ്സ് കൊണ്ട് പഠിക്കാനുള്ള സമയത്ത് നമ്മൾ ഈ 10-600 ഇതെല്ലാം കൂടി ചേർത്തേ 10-600 മുഴുവൻ നമ്മൾ പഠിച്ചു തീർക്കില്ല. 6 മാസമേ ഉള്ളൂ ആകെപ്പാടെ. അപ്പൊ അതിനെ കൂടി നമ്മളിത് മുഴുവൻ പഠിച്ചു തീർക്കില്ല. അത് പിന്നീട് നിങ്ങൾ പതിയെ നിങ്ങളുടെ എക്സാംസിന് കഴിഞ്ഞാൽ പോലും നിങ്ങൾ അത് പിന്നീട് അത് പഠിച്ചെടുക്കുക. കുറച്ച് വീതമൊക്കെ പിന്നീട് പഠിച്ചു തീർക്കുക. ഓക്കെ, അത് എല്ലാം നമ്മൾ അറിയണമെന്നില്ല. കുറച്ചൊക്കെ ചിലപ്പോ കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന ചില കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും. അപ്പൊ അതായിരിക്കും നമ്മൾ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ പഠിച്ച് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റർ ആയിട്ട് വർക്ക് ചെയ്യുമ്പോൾ നമുക്ക് ഏതാണ് ചിലപ്പോൾ ഉപകാരപ്രദമായത്. അത് കുറെ 10 പ്രാവശ്യം നമ്മളത് ഒരേ കാര്യം തന്നെ പറഞ്ഞുകൊണ്ടിരുന്നാൽ എന്ത് ചെയ്യും, നമുക്ക് പഠിക്കാൻ പറ്റും. ഓക്കെ അതെ, നമ്മൾ പിടിച്ചു നിൽക്കണം. നമ്മൾ തലറങ്ങിയിട്ട് കാര്യമില്ല, തലറങ്ങിയാൽ കാര്യമില്ല. എന്തായാലും നമ്മൾ ഹോസ്പിറ്റൽസിന്റെ ഭാഗമാകാൻ പോകുന്നവരില്ലേ, അപ്പൊ തീർച്ചയായിട്ടും ഹോസ്പിറ്റൽസിൽ എന്തെങ്കിലുമൊക്കെ സംസാരിക്കുമ്പോൾ നമുക്ക് മനസ്സിലായിരിക്കും അവർ ഷോർട്ട് ഫോംസും ഇതുപോലുള്ള അബ്രിവിയേഷൻസും ഉപയോഗിച്ച് പലതും പറയുമ്പോൾ എന്താണ് അവർ സംസാരിക്കുന്നത് എന്നുള്ളത് പറ്റൂലേ. അതാണ് ഇതിന് കുറെയൊക്കെ നമുക്ക് മനസ്സിലാകുന്നതാ. ഈ പ്രിഫിക്സും സഫിക്സും ഒക്കെ നമുക്ക് അക്ഷരങ്ങൾ അതിന്റെ മുമ്പിലും ബാക്കിയും ചേർക്കുന്നതല്ലേ. അപ്പൊ അതിന്റെ മീനിങ്ങുകളും അവിടെ തന്നിട്ടുണ്ട്. അത് ഫുള്ളൊന്നും നമ്മൾ പഠിക്കണ്ട, കുറെയൊക്കെ നമുക്ക് അറിയാവുന്നതാണ്. അപ്പൊ നമുക്ക് അറിയാവുന്ന കുറെ കോമൺ ആയിട്ട് ഉപയോഗിക്കുന്ന കാര്യങ്ങളൊക്കെ നമ്മളിവിടെ മാർക്ക് ചെയ്തത്. ഓക്കെ, അപ്പൊ നമുക്ക് തുടങ്ങിയാലോ. പ്രിഫിക്സ് ആണ് ഫസ്റ്റ് തന്നിരിക്കുന്നത്. പ്രിഫിക്സിന്റെ അതായത് എ എന്ന് പറയുന്ന ഒരു പ്രിഫിക്സ് ആണ്. ഒറ്റ അക്ഷരം മാത്രമേ ഉള്ളൂ. അതിന്റെ അപ്പുറത്തൊരു ഹൈഡ്രജൻ എന്താ അതിന്റെ സൂചിപ്പിക്കുന്നത്, അതിന്റെ ബാക്കിൽ ഒരു വേർഡ് വരുമെന്ന് മനസ്സിലായോ? എ കഴിഞ്ഞിട്ട് അതിന്റെ ബാക്കിൽ ഒരു വേർഡ് വരും. ആ വേർഡ് വരുമ്പോ അത് എന്താണ് അതിനകത്ത് വരുന്ന മാറ്റം. അതിന് എ എന്ന് പറയുന്ന പ്രിഫിക്സ് സൂചിപ്പിക്കുന്നത് വിത്തൗട്ട് അല്ലെങ്കിൽ ഫോർ വാണ്ട് ഓഫ് എന്നൊക്കെ. വിത്തൗട്ട് അതിന് വേണ്ടി എന്നൊക്കെ, അതില്ലാതെ അത് അങ്ങനെയൊക്കെ വരുന്ന മീനിങ് വരുന്നതിനാണ് എ എന്ന് പറയുന്ന ഒരു പ്രിഫിക്സ് ചേർക്കുന്നത്. ഓക്കെ, നെക്സ്റ്റ് എ ബി എന്ന് പറയുന്ന ഒരു പ്രിഫിക്സ് ചേർത്താൽ ബിയോണ്ട് എന്ന് പറയുന്നത് അതിനപ്പുറം അല്ലെ. നമുക്ക് അതിന്റെ മലയാളം മീനിങ് ഒന്നും പഠിച്ചിട്ട് കാര്യമില്ല, കാരണം ഇവിടെ നമുക്ക് ഇംഗ്ലീഷ് മീനിങ് തന്നെയാണ് നിങ്ങൾക്ക് എക്സാമിന് വരിക. അപ്പൊ എ ബി എന്ന് പറയുന്നത് ബിയോണ്ട് എന്നതിനെ സൂചിപ്പിക്കുന്നതാണ്. അടുത്തത് അബ്ഡോമൻ അല്ലെ. അബ്ഡോമൻ എന്താ, നമ്മുടെ സ്റ്റൊമക്ക്. അബ്ഡോമൻ എന്ന് പറയുന്നത് സ്റ്റൊമക്ക്. അതൊക്കെ എളുപ്പം മനസ്സിലാവൂലേ ഇല്ലേ? അബ്ഡോമൻ സ്റ്റൊമക്ക് അറിയാലോ, നമ്മൾ പഠിച്ചപ്പോ ഹോസ്പിറ്റലിന്റെ എന്താ പറയാ ഡിഫറെന്റ് ഡിപ്പാർട്ട്മെന്റ്സ് പഠിച്ചപ്പോ തന്നെ നമ്മൾ അബ്ഡോമൻ പഠിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പൊ ഇതിനൊക്കെ ഉദാഹരണങ്ങളൊക്കെ ഉണ്ട്. നമ്മളിപ്പോ അത് ഉദാഹരണം ഒന്നും പഠിക്കാൻ പോകുന്നില്ല. എ എന്ന് പറയുന്നത് പ്രിഫിക്സ് ആയിട്ട് ചേർക്കുമ്പോ അനീമിയ എന്ന് പറയുന്ന ഒരു രോഗം അല്ലെ. അപ്പൊ അത് ഒരു വേർഡ് അതിന്റെ ഇക്വലന്റ് ആയിട്ടുള്ള വേർഡുകൾ നിങ്ങൾ സെർച്ച് ചെയ്താൽ കിട്ടും. എ പ്രിഫിക്സ് ചേർത്ത് വരുന്ന ഏതെങ്കിലും രോഗമോ അല്ലെങ്കിൽ രോഗത്തിന് വേണ്ടിയിട്ടുള്ള ട്രീറ്റ്മെന്റോ ഏതെങ്കിലും പർട്ടിക്കുലർ കണ്ടീഷനോ ഒക്കെ നമുക്ക് അവിടെ എക്സാമ്പിൾസ് ആയിട്ട് അവര് കാണിച്ചു തരും. നമുക്ക് അതിന്റെ ആവശ്യമില്ല. നമ്മൾ ആ ഒരു വേർഡ് എന്താണെന്നും ആ പ്രിഫിക്സ് ഏതാണെന്നും അതിന്റെ മീനിങ് എന്താണെന്നും മാത്രമേ അറിയാനുള്ളൂ. ഓക്കെ, അപ്പൊ അബ്ഡോമൻ സ്റ്റൊമക്ക് ആണ്. അടുത്തത് ACR ഒരു സ്ലാഷ് ആണ് കേട്ടോ. അവിടെയൊക്കെ ഈ ബ്രാക്കറ്റ് ഇട്ടതൊക്കെ നിങ്ങളൊന്ന് സ്ലാഷ് ആയിട്ട് വായിക്കണേ. സ്ലാഷ് ആണത്. ABDOMIN സ്ലാഷ് ഇട്ടിട്ടാണ് N വന്നേക്കണേ. അതുപോലെ തന്നെ ACR സ്ലാഷ് ആണ്, ബ്രാക്കറ്റ് അല്ലാത്തത്. അപ്പൊ ACR അല്ലെങ്കിൽ /O പെർട്ടൈനിങ് ടു ആൻ സിവിയറിറ്റി എന്ന് പറഞ്ഞാൽ എന്താ,
ഇച്ചിരി ഗൗരവമേറിയത് എന്നൊക്കെ മീനിങ് വരുന്ന അതിന് വേണ്ടിയിട്ടാണ് ACR എന്ന് പറയുന്ന ഒരു പ്രിഫിക്സ് നമ്മൾ ചേർക്കുന്നത്. ഓക്കെ, പിന്നെ AD എന്ന് പറയുന്നത് ടു, ഇൻ ദ ഡിറക്ഷൻ ഓഫ്. ഇൻ ദ ഡിറക്ഷൻ ഓഫ് എന്നൊക്കെ മീനിങ് വരുന്നതിന് AD എന്ന് പറയുന്ന പ്രിഫിക്സ് ആണ് ചേർക്കുക. ADEN അതേതെങ്കിലും ഗ്ലാൻഡ് റെഫർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്, റെഫറിങ് ടു എ ഗ്ലാൻഡ് റെഫർ ചെയ്യാനാണ് ADEN/O എന്നിട്ടിരിക്കുന്നത്. സ്ലാഷ് ആണ്, എല്ലാത്തിനും സ്ലാഷ് തന്നെയാണ്. Then AN നേരത്തെ പറഞ്ഞ Aയും അഡ്നോ ഗ്ലാൻഡ് ആണ്. ഓക്കെ, അതുപോലെ തന്നെ AN രണ്ടും എന്താ പറയാ വിത്തൗട്ട് ഫോർ വാണ്ട് ഓഫ്, രണ്ടിന്റെയും ഏകദേശം ഒരു മീനിങ് ആണ് വന്നിരിക്കുന്നത്. A ആണെങ്കിലും അതുപോലെ തന്നെ പ്രിഫിക്സ് AN ആണെങ്കിലും വിത്തൗട്ട് ഫോർ വാണ്ട് ഓഫ് എന്ന് പറയുന്ന മീനിങ് തന്നെയാണ് വരിക. ANA അപ്പ് ബാക്ക് വൺ മോർ ടൈം എന്നൊക്കെ, ഒരിക്കൽ കൂടി അപ്പ് ബാക്ക് എന്നൊക്കെ സൂചിപ്പിക്കാനായിട്ട് ANA എന്ന് പറയുന്ന പ്രിഫിക്സ് ആണ് ഉപയോഗിക്കുക. Then ആൻജിയോ എന്ന് പറയുന്നതിന്റെ മീനിങ് വെസൽ എന്നാണ്. ആൻജിയോക്കൊക്കെ നമ്മൾ ആൻജിയോ എന്ന് പറയുന്ന പ്രിഫിക്സ് കഴിഞ്ഞിട്ട് ആൻജിയോപ്ലാസ്റ്റി അല്ലെ, കേട്ടിട്ടുണ്ടല്ലോ. അതൊക്കെ നമുക്ക് അറിയാവുന്ന കാര്യമാണ്. കുറച്ചൊരു പരിധി വരെയൊക്കെ നമുക്ക് അറിയാവുന്ന, കാരണം എന്ന് വെച്ചാൽ നമ്മൾ ഹോസ്പിറ്റൽസിലൊക്കെ പോകുന്നവരൊക്കെ അല്ലേ, കുറെയൊക്കെ നമ്മൾ അവിടെ അവർ പറയുന്നതും കേട്ടതും അവർ നമുക്ക് ഡോക്ടേഴ്സ് പ്രിസ്ക്രൈബ് ചെയ്യുമ്പോൾ ചിലപ്പോൾ നമ്മളൊക്കെ അത് വായിച്ചു നോക്കുന്നതും അല്ലെ, അതിന്റെയൊക്കെ റിസൾട്ട് വരുമ്പോൾ കിട്ടുന്നതൊക്കെ നമ്മൾ റെഫർ ചെയ്യുന്നത് കൊണ്ട് ഇന്ന് അതൊക്കെ കുറെ വാക്കുകളൊക്കെ നമുക്ക് ഫെമിലിയർ ആണ്. പണ്ടത്തെ പോലെയൊന്നും അല്ല, പണ്ടൊക്കെ അത്രയധികം അറിയില്ല ആളുകൾക്ക് അതൊക്കെ വായിച്ച് മനസ്സിലാക്കാനായിട്ട് അല്ലെ, അവിടെ പറയുന്നത് കേൾക്കുന്നു. പക്ഷെ ഇന്ന് അങ്ങനെയല്ല, നമുക്ക് ഏതെങ്കിലും ഹോസ്പിറ്റലിൽ പോയി നമ്മൾ ഡോക്ടറെ കൺസൾട്ട് ചെയ്തു ഇറങ്ങി വരുമ്പോ അവരെന്തൊക്കെ പ്രിസ്ക്രൈബ് ചെയ്തെന്ന് നോക്കുന്നു, അല്ലെങ്കിൽ മരുന്ന് എഴുതി തരുമ്പോ മരുന്ന് എന്തെങ്കിലും വേണ്ടിയിട്ടാന്ന് നോക്കുന്നു അല്ലെ. നമുക്ക് അറിയില്ലെങ്കിൽ മക്കളെ ആരെങ്കിലും ഹോസ്പിറ്റൽസിലൊക്കെ വർക്ക് ചെയ്യുന്ന അല്ലെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ട ആൾക്കാരെ കൊണ്ട് റെഫർ ചെയ്യിപ്പിച്ച് അതെന്താണെന്നൊന്ന് അറിയാനൊക്കെ നമുക്ക് ആഗ്രഹം ഉണ്ടായിരിക്കില്ല. അപ്പൊ അതൊക്കെ നമ്മൾ ചെയ്യിപ്പിക്കുന്നതാണ്. അപ്പൊ നമുക്കും അതിന്റെ ഒരു അറിവ് കിട്ടും. അടുത്തത് ANTE അത് പ്രയോർ ടു അല്ലെങ്കിൽ ഫോർവേഡ്. പ്രയോർ ടു എന്നൊക്കെ പറയില്ലേ, അതിന് പ്രയോറായിട്ട് എന്നാണ്. Then ANTI ആന്റിന്റെ അവേഴ്സ് ഓർ ഫോർവേഡ്. അത് തന്നെ ANTIയും ANTEയും ഉണ്ട്. ഒരു പ്രയോർ ടു ഫ്രോം ഫോർവേഡ് എന്ന് പറയുന്ന വേർഡ് ആണ് അതിന്റെ മീനിങ് ആയിട്ട് വരിക. ആർട്ടറി തന്നെയാണ് അല്ലെ, ധമനികളൊക്കെ ഉണ്ട് അല്ലെ. ആർട്ടറി ARTERI/O ആർട്ടറി. പല ആർട്ടറീസ് നമുക്ക് ശരീരത്തിനകത്തുണ്ട്, ധമനികൾ, ബ്ലഡ് ആർട്ടറീസ് ഒക്കെ. ആർത്രോ pertaining to joint, arthro ARTHO കേട്ടാ, pertaining to joint ആണ്. അടുത്തത് ഓട്ടോ എന്താണ്, വൺ സെൽഫ് അല്ലെ. ഓട്ടോ മീൻസ് നമുക്ക് സെൽഫ് ആയിട്ടുള്ള, ഓട്ടോമാറ്റിക് നമ്മൾ കേട്ടിട്ടുണ്ടല്ലോ, കോമൺലി യൂസ് ചെയ്യുന്ന ഒരു പ്രിഫിക്സ് ആണ് ഓട്ടോമാറ്റിക് എന്ന് പറയുന്ന. ഓട്ടോ കേട്ടിട്ടുണ്ടല്ലോ, നമ്മൾ സ്വന്തമായിട്ട് വൺ സെൽഫ് ആണ്. അടുത്ത ബയോളജി അല്ലെ. ബൈസെക്ട് എന്നൊക്കെ കേട്ടിട്ടുണ്ടല്ലോ, എന്ന് വെച്ചാൽ എന്താ, ബൈസെക്ട് ചെയ്യാന്ന് പറഞ്ഞാൽ രണ്ടായിട്ട് ഭാഗിക്കുക അല്ലെ. അപ്പൊ അത് ടു എന്നാണ് അതിന്റെ അർത്ഥം. TWO BI/O ബിലോങ്ങിങ് ടു ലൈഫ്. ബയോളജി ജീവനുമായിട്ട് ബന്ധപ്പെട്ട ഒരു ശാസ്ത്രമല്ലേ ബയോളജി. അപ്പൊ അതുകൊണ്ട് ബൈ എന്ന് പറയുന്നതിന്റെ കൂടെ ഒരു ഓയും കൂടി സ്ലാഷ് ഒക്കെ ചേർത്ത് കഴിഞ്ഞാൽ ബിലോങ്ങിങ് ടു ലൈഫ് ആണ്. ബ്ലാസ്റ്റോ BLAST/O അത് ജേം ഓർ സെൽ. അതിനെ കുറിച്ച് പറയാൻ വേണ്ടിയിട്ടുള്ള ഒരു മീനിങ് ആണ് ബ്ലാസ്റ്റ്. ബ്ലഫർ എന്താ, ബിലോങ്ങിങ് ടു ഐലിഡ്, നമ്മുടെ കണ്ണിന്റെ ലിഡുമായിട്ട് ബന്ധപ്പെട്ടതാണ് ബ്ലഫർ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഒന്നുകൂടി ഒന്ന് വായിച്ചു നോക്കിയാൽ നിങ്ങൾ ഏതൊക്കെയാണ്. A വിത്തൗട്ട് ഫോർ വാണ്ട് ഓഫ്, AB ബിയോണ്ട്, അബ്ഡോമൻ സ്റ്റൊമക് ആണ്. ACR pertaining to severity, AD in the direction of ADEN referring to a gland ആണ്. AN വിത്തൗട്ട് അല്ലെങ്കിൽ വാണ്ട് ഓഫ് എന്ന് പറയുന്നത് എയുടെ പോലെ തന്നെ വരുന്ന ഒരു പ്രിഫിക്സ് ആണ്. ANA ബാക്ക്, അപ്പ്, വൺ മോർ ടൈം എന്നൊക്കെയുണ്ട്. ആൻജിയോ വെസൽ ആണ്. ആന്റി പ്രയോർ ടു ഫോർവേഡ്. ആന്റി രണ്ട് രീതിയിൽ പറഞ്ഞിട്ടുണ്ട്. ആർട്ടറി അതായത് ആർട്ടറി തന്നെയാണ്, ബ്ലഡ് ആർട്ടറീസ് ഒക്കെ. ആർത്രോ pertaining to joint ആണ്. ഓട്ടോ വൺ സെൽഫ്. ബൈ ടു എന്നാണ്. ബയോ അത് ബിലോങ്ങിങ് ടു ലൈഫ് ആണ്. ബ്ലാസ്റ്റ് ജേം ഓർ സെൽ. ആൻഡ് ബ്ലഫർ എന്ന് പറയുന്നത് ബിലോങ്ങിങ് ടു അവർ ഐലിഡുമായിട്ട് ബന്ധപ്പെട്ടതാണ്. ഓക്കെ, ഡ്രോൺ ഒരുമിച്ച് പഠിക്കാൻ നോക്കുമ്പോഴേ നമുക്ക് ബുദ്ധിമുട്ടായിട്ട് തോന്നുള്ളൂ. അത് ഒരുമിച്ച് പഠിക്കേണ്ട, ജസ്റ്റ് എല്ലാം ഒന്ന് വായിച്ച് മനസ്സിലാക്കുക. നമ്മൾ സ്പെസിഫൈ ചെയ്ത് പറയുന്നത് നിങ്ങളൊന്ന് നന്നായിട്ട് പഠിച്ചു വെക്കുക. അപ്പൊ ഞാൻ പറയാൻ പോണേ അബ്ഡോമൻ. ടിക്കിട കേട്ടാ.
നോട്ടിൽ ടിക്കണം. നോട്ട് ഇത് ടെക്സ്റ്റ് ബുക്ക് കിട്ടാത്തവരോ അല്ലെങ്കിൽ അങ്ങനെയുള്ളവരുണ്ടെങ്കിൽ നോട്ടിൽ അത് എഴുതി വെക്കുക ഏതാണ് നമ്മൾ പറയുന്നതെന്ന്. അബ്ഡമൻ ടിക്കറ്റ് വെക്കാം. സ്റ്റൊമക്. ADEN റെഫറിങ് ടു ഗ്ലാൻഡ്. അഡ്നോയിഡ് എന്നൊക്കെ പറയുന്നത് അങ്ങനെ ചേർക്കുന്ന പ്രിഫിക്സിലാണ്. അഡ്നോയിഡ്. ADEN റെഫറിങ് ടു ഗ്ലാൻഡ് ടിക്കട. ആൻജിയോ. ആൻജിയോ വെസൽ ആണ്, അത് ടിക്കട. ആൻജിയോ വെസൽ. അടുത്തത് ആർത്തോ ഉണ്ട്, ഓട്ടോ ഉണ്ട് കേട്ടോ. രണ്ടും ടിക്ക് ചെയ്യണം. ആർത്രോ, ഓട്ടോ. Then blasto bluffer. Blast slash o bluffer. രണ്ടും ടിക്ക് ചെയ്യാം. ടിക്ക് ചെയ്തോ? എത്ര എണ്ണം ടിക്ക് ചെയ്തു? ഈ പേജിൽ എത്ര എണ്ണം ടിക്ക് ചെയ്തു പറഞ്ഞേ? അത്രയും പഠിച്ചാൽ മതി. ഈ ഒരു പേജിൽ ഈ എത്ര എണ്ണം? 7 എണ്ണം. 7 എണ്ണം നമ്മൾ ഇപ്പൊ ടിക്ക് ചെയ്തിട്ടുണ്ട്. 7 എണ്ണം ടിക്ക് ചെയ്തുകൊണ്ട് 7 എണ്ണം ഞങ്ങൾ നന്നായിട്ട് പഠിച്ചു. ബാക്കി തിരിഞ്ഞൊന്നും നോക്കാന്ന് ഇല്ല കേട്ടോ. അങ്ങനെയല്ല പറയുന്നത് ഞാൻ. കോഴ്സ് കംപ്ലീറ്റ് ചെയ്യുമ്പോഴേക്കും ഏകദേശം നമ്മള് എല്ലാം അറിഞ്ഞിരിക്കണം. ഇന്നതൊക്കെയാണ് നമുക്ക് എന്താ പറയാ ഈ പ്രിഫിക്സ് ചേർക്കേണ്ടത്, അതുപോലെ അതിന്റെ മീനിങ് എന്താണെന്ന് ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെക്കുന്നത് നല്ലതാണ്. ഫുള്ള് നമ്മൾ എന്തായാലും ഞാൻ പറഞ്ഞു നിങ്ങൾ എക്സാമിന് വേണ്ടി കാണാപ്പാടം പഠിക്കാൻ പോണില്ല. അതുകൊണ്ടാണ് നമ്മൾ അതിൽ സെലക്ട് ചെയ്ത് നമുക്ക് കുറച്ച് ഫെമിലിയർ ആയിട്ടുള്ളതും അതുപോലെ തന്നെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളതൊക്കെ മാർക്ക് ചെയ്ത് തന്നത്. ക്ലിയർ ആണല്ലോ? 7 എണ്ണാമത്തെ ഒന്നാമത്തെ പേജിൽ നമ്മൾ മാർക്ക് ചെയ്തിട്ടുള്ളൂ. ഓക്കെ, ഇതൊക്കെ റിലേറ്റ് ചെയ്തിട്ടുള്ള എന്താ പറയാ രോഗങ്ങൾ അല്ലെങ്കിൽ പല തരത്തിലുള്ള കണ്ടീഷൻസ് ഒക്കെ നമുക്ക് യൂട്യൂബിലൊക്കെ അടിച്ചു നോക്കിയാൽ കിട്ടും, അല്ലെങ്കിൽ സെർച്ച് ചെയ്താൽ കിട്ടും കേട്ടോ. അത് നമുക്ക് ഇവിടെ ആവശ്യമില്ല. അത് പറഞ്ഞപ്പോ വെറുതെ നമ്മൾ പറയുന്നു മാത്രമേ ഉള്ളൂ. ഇപ്പൊ ഓരോന്നിനും ഇപ്പൊ ഓരോ പ്രിഫിക്സ് ചേർത്തപ്പോ നമ്മൾ പറഞ്ഞപ്പോ അനീമിയ പറഞ്ഞില്ലേ, അങ്ങനെ ഓരോ പ്രിഫിക്സുകൾക്കും ചേർക്കുമ്പോ അതിനൊരു എക്സാമ്പിൾ ആയിട്ട് രോഗമോ അല്ലെങ്കിൽ ഏതെങ്കിലും ഡിഫറെന്റ് കണ്ടീഷൻസോ അങ്ങനെയൊക്കെ പറയുന്നുണ്ട്. അത് നമുക്ക് അടിച്ചു നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾ ഇൻട്രസ്റ്റിംഗ് ആണെങ്കിൽ നിങ്ങൾക്ക് അത് കണ്ടെത്തി മനസ്സിലാക്കി ഓരോ എക്സാമ്പിൾസ് വേണമെങ്കിൽ നിങ്ങൾ എഴുതി വെച്ച് നോക്കാം. അത് അറിഞ്ഞിരിക്കുന്നത് നല്ലതാ. കാരണം ഹോസ്പിറ്റലിൽ ആണല്ലോ നമ്മള് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ കഴിഞ്ഞ് എന്താ ജോലി ചെയ്യാനൊക്കെ പോകാൻ പോകുന്നത്. വേണമെങ്കിൽ മാത്രം സമയം കിട്ടുന്നതനുസരിച്ച് കൂടുതൽ ഇൻട്രസ്റ്റിംഗ് ആണ് നമ്മൾ കൂടുതൽ എവിടെന്നെങ്കിലും ചെലവ് കണ്ടെത്തും അല്ലെ. ഒരു കാര്യം പഠിക്കുമ്പോൾ ആ പറഞ്ഞിരിക്കുന്നത് മാത്രം പഠിക്കാതെ അതിന്റെ ഉള്ളിൽ കയറി അതെന്തുകൊണ്ട് അങ്ങനെ അതിന് ഒരു ഉദാഹരണം അല്ലെങ്കിൽ നമുക്ക് എന്താ പറയാ സ്വന്തമായിട്ട് കണ്ടെത്താനായിട്ട് സാധിച്ചു കഴിഞ്ഞാൽ അത് നമ്മളുടെ പഠിത്തത്തെ കൂടുതൽ ഇൻട്രസ്റ്റിംഗ് ആക്കും എന്നാണ് ഞാൻ പറഞ്ഞു വന്നത്. അല്ലെങ്കിൽ പുസ്തകത്തിൽ എഴുതി അച്ചടിച്ച് വെച്ചിരിക്കുന്നത് മാത്രം പഠിക്കുന്നതിനേക്കാൾ ഉപരി ഏതായാലും നമ്മൾ മെനക്കെടുകയാണ്. അതിനകത്തേക്ക് അതിനൊരു എക്സാമ്പിൾ വേണം. എനിക്ക് എ എന്ന് പറയുന്ന ഒരു എന്താ പറയാ പ്രിഫിക്സ് ചേർക്കുമ്പോൾ അതിനൊരു എക്സാമ്പിൾ എനിക്ക് വേണമല്ലോ. ഹോസ്പിറ്റൽസിൽ ഏതാണ് ഉപയോഗിക്കാൻ പറ്റുന്ന ഉപയോഗിക്കുന്ന ഒരു എക്സാമ്പിൾ. അപ്പൊ അങ്ങനെയൊക്കെ ഓക്കെ. അതെ, അങ്ങനെയുള്ള കുറെ എക്സാമ്പിൾസ് എല്ലാത്തിനും കിട്ടും. എക്സാമ്പിൾ ഏത് ആൽഫബറ്റിക് ഓർഡറിൽ നമ്മൾ കറക്റ്റ് ആയിട്ട് ഓർഡർ ചെയ്ത് അടിച്ച് എഴുതി വെച്ചിട്ട് അപ്പൊ ഓരോ ഉദാഹരണം വേണമെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാനൊക്കെ പറ്റും കേട്ടോ. എഴുതി നോക്കാനും പറ്റും. അപ്പൊ ഒരു ഉദാഹരണം കിട്ടും അതുപോലെ തന്നെ. ഓക്കെ, നെക്സ്റ്റ് അടുത്തത് നമുക്ക് പഠിക്കാൻ പോകേണ്ടത് അടുത്ത പേജിലാണ്. നെക്സ്റ്റ് പേജിൽ നോക്കിയേ. അടുത്തത് BRADY എന്ന് പറയുന്ന ഒരു പ്രിഫിക്സ് ചേർത്താൽ BRADY ഡൾ എന്ന് പറയുന്ന മീനിങ് വരുന്ന ഒരു വേർഡ് ആണ് പ്രിഫിക്സ് BRADY. അടുത്ത കാൽക് CALC സ്റ്റോൺ, ഹീൽ എന്നൊക്കെ പറയുന്ന മീനിങ് ആണ്. ഹീൽ അതായത് ഇങ്ങനെ ഉയർന്നത്, സ്റ്റോൺ, കല്ല് എന്നൊക്കെ ഒരു മീനിങ് വരുന്ന ഇതാണ്. ഓക്കെ, കാർഡിയോന് CARDI/O ആണ്, ബിലോങ്ങിങ് ടു ഹാർട്ടുമായിട്ട് ബന്ധപ്പെട്ടത്. സെഫൽ ബിലോങ്ങിങ് ടു ഹെഡ്, നമ്മുടെ തലയുടെ ഭാഗത്തൊക്കെ എന്തെങ്കിലും രോഗങ്ങളൊക്കെ വരുമ്പോൾ ചിലപ്പോൾ അവര് അങ്ങനെയൊക്കെ ആയിരിക്കും പ്രിസ്ക്രിപ്ഷനിലൊക്കെ കൊടുക്കുക. തലയുടെ ഭാഗത്തായിട്ട് എന്തെങ്കിലും കാര്യമുണ്ട്, അപ്പൊ ഒരു സിറ്റുവേഷൻ ഉണ്ട്, അത് കണ്ടെത്തി അവര് ഡോക്ടേഴ്സ് ഒക്കെ പ്രിസ്ക്രിപ്ഷൻസ് ഒക്കെ എഴുതുമ്പോൾ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള റിപ്പോർട്ടുകൾ എഴുതുമ്പോഴൊക്കെ ഹെഡുമായി ബന്ധപ്പെട്ടുള്ള ഇഞ്ചുറി ആണ്. അപ്പൊ സെഫൽ/O കേട്ടാ. അടുത്ത CEREBR ബിലോങ്ങിങ് ടു സെറിബ്രം, നമ്മുടെ ബ്രെയിനിന്റെ ഒരു ഭാഗമായ സെറിബ്രത്തെ സൂചിപ്പിക്കാനാണ് CEREBR/O എന്ന് പറയുന്ന പ്രിഫിക്സ് ചേർത്തിരിക്കുന്നത്. ഓക്കെ, അടുത്തത് സെർവിക് CERVIC ബിലോങ്ങിങ് ടു നെക്ക്, നമ്മുടെ എന്താ പറയാ കഴുത്ത്, അതുപോലെ യൂട്രൈൻ, സെർവിക്സ് അതൊക്കെ പറയാൻ വേണ്ടിയിട്ടാണ്
ഇത് ഉപയോഗിക്കുക. സെർവിക്, CERVIC/O എന്ന് പറയുന്ന വേർഡ് അല്ലെങ്കിൽ പ്രിഫിക്സ് ഉപയോഗിക്കാം. CHOLE belonging to bile or gall. നമ്മുടെ ഗാൾ ബ്ലാഡർ ഒക്കെ ഇല്ലേ, കാശിയ സഞ്ചിയൊക്കെ ഉണ്ടല്ലോ, അതുമായി ബന്ധപ്പെട്ടത് ബൈൽ അല്ലെ, കാശിയ കൊളസ്ട്രോൾ ഒക്കെ വന്ന് കൂടുതൽ സ്ഥലമൊക്കെ അതൊക്കെ. CHOLE എന്ന് പറയുന്നത് ബിലോങ്ങിങ് ടു ബൈൽ ഓർ ഗാൾ ആണ്. CHONDR ബിലോങ്ങിങ് ടു കാർട്ടിലേജ്, കാർട്ടിലേജുമായിട്ട് ബന്ധപ്പെട്ടതാണ്. ഓക്കെ, എന്താ പറയാ, രണ്ടാമത്തേത് CHONDR ബിലോങ്ങിങ് ടു കാർട്ടിലേജ്, നമ്മുടെ ശരീരത്തിനകത്തുള്ള തന്നെയാണ് ഇതൊക്കെ. Then അടുത്തത് ഏതാ? ബൈലെന്നൊക്കെ പറഞ്ഞു നമ്മള് കഴിക്കുന്ന ആഹാരത്തിന്റെ ഇതൊക്കെ ചെന്ന് പിത്തസഞ്ചിയൊക്കെ തന്നെ, ഗോൾ ബ്ലാഡർ ബൈലൊക്കെ രണ്ടൊക്കെ ഒന്ന് തന്നെയാണ്. അതന്നെ പിത്താശയ സഞ്ചി അങ്ങനെയൊക്കെ പറയില്ലേ, അതാണ്. ഓക്കെ, then CIRCUM on all sides, circumference എന്നൊക്കെ കണ്ടല്ലോ. സർക്കംഫറൻസ് എന്ന് പറഞ്ഞാൽ എന്താ? സർക്കംഫറൻസ് ഓഫ് എ സർക്കിൾ എന്നൊക്കെ കണ്ടിട്ടില്ലേ, വൃത്തത്തിന്റെ ചുറ്റുമുള്ള അളവ്. അപ്പൊ ചുറ്റുമുള്ളതിനെ സൂചിപ്പിക്കണം, അതാണ് all sides about. CIRCUM എന്നാണ് അതിന്റെ പ്രിഫിക്സ്. CONTRA കോൺട്ര, ഓപ്പോസിറ്റ്, എഗെയിൻസ്റ്റ് എന്നൊക്കെ മീനിങ് ആണ് കോൺട്ര. കോൺട്ര എന്നുള്ളത് അതിനെതിര് എന്നർത്ഥം കേട്ടോ. കോൺട്ര, CONTRA. Then COST/O belonging to rib cage ഒക്കെ ഇല്ലേ നമ്മുടെ ഭാര്യയിൽ, ഇവിടുത്തെ ഈ ഭാഗത്തുള്ള ആറൊക്കെ ഉള്ളത്, 6 pack എന്നൊക്കെ പറയുന്ന റിബുകൾ, അതാണ് COST/O belonging to rib ആണ്. സിയാനോ ഒരു കളറാണ്, ബ്ലൂ കളറെ സൂചിപ്പിക്കുന്ന ഒരു വേർഡ്, പ്രിഫിക്സ് വേർഡ് ആണ് സിയാനോ, CYAN/O. Then cyst relating to bladder, സിസ്റ്റ് വളരുക എന്നൊക്കെ കേട്ടിട്ടുണ്ടല്ലോ, ഒത്തിരി ആളുകൾക്ക് ഇന്ന് വരുന്ന ഒരു അസുഖമാണ്. അപ്പൊ അതായത് ഈ ബ്ലാഡർ തന്നെ കുറച്ചുകൂടി അബ്നോർമൽ ആയിട്ടൊക്കെ എന്ത് ചെയ്യുക, വളർച്ചയൊക്കെ വരിക നമ്മുടെയൊക്കെ, അതാണ് സിസ്റ്റ്. CYT റിലേറ്റിംഗ് ടു സെൽ, സൈറ്റ് അല്ലെ, CYT സെല്ലുമായിട്ട് ബന്ധപ്പെട്ടതാണ്, കോശങ്ങളുമായി ബന്ധപ്പെട്ടതാണ്. DE ഡൗൺ ഫ്രം എന്നാണ് അതിന്റെ മീനിങ്. ഡെർമറ്റോളജി റിലേറ്റിംഗ് ടു സ്കിന്നുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള പഠനം, അത് തന്നെ പഠനമാകുമ്പോൾ ഡെർമറ്റോളജി ആണ്. ഡെർമറ്റ് എന്ന് പറയുമ്പോൾ സ്കിൻ റിലേറ്റഡ് ആണ്, അതിനെ കുറിച്ചുള്ള പഠനമാണ് ഡെർമറ്റോളജി. അപ്പൊ അതിന് ഉദാഹരണം നമുക്ക് ഡെർമറ്റോളജി എന്ന് കിട്ടും. കാരണം കുറെയൊക്കെ നമ്മൾ കേൾക്കുന്ന ചില ഫെമിലിയർ ആയിട്ടുള്ള കാര്യങ്ങൾ. DI 2 times, ഡബിൾ, ഇരട്ടി എന്നൊക്കെ പറയാൻ വേണ്ടിയിട്ടാണ് ഡൈ. ഓക്കെ, DIA ത്രൂ, കംപ്ലീറ്റ്ലി, മൊത്തത്തിലാകെ എന്നൊക്കെയാണ്. DYS അത് ടഫ്, ആഗനൈസിങ്, അബ്നോർമൽ, ഭയങ്കര അബ്നോർമൽ ആയിട്ടുള്ളത് എന്നൊക്കെ സൂചിപ്പിക്കാൻ DYS എന്ന് പറയുന്ന പ്രിഫിക്സ് ആണ് ഉപയോഗിക്കാം. ECT/O ആണ് ഔട്ട് ഫ്രം എന്നാണ് അതിന്റെ മീനിങ്. ഇലക്ട്രോ റിലേറ്റിംഗ് ടു ഇലക്ട്രിസിറ്റിയുമായി ബന്ധപ്പെട്ടതാണ്. ഇലക്ട്രോലൈറ്റ് ഡിസ്റ്റർബൻസസ്. അപ്പോ ഇലക്ട്രോ എന്ന് പറയുന്നത് /O റിലേറ്റിംഗ് ടു ഇലക്ട്രിസിറ്റി ആണ്. END/O ഇൻസൈഡ്, END/O ഇൻസൈഡ് എന്നാണ് മീനിങ്. ENTER റിലേറ്റിംഗ് ടു ഇൻറ്റസ്റ്റൈൻ, സ്മോൾ ഇൻറ്റസ്റ്റൈൻ ഒക്കെ ഉണ്ടല്ലോ, ENTER/O. അടുത്തത് EPI അപ്പോൺ, ഓൺ എന്നൊക്കെയാണ് എപ്പി എന്ന് പറയുന്നതിന്റെ മീനിങ്. ഓക്കെ, അപ്പൊ എപ്പിഡമിക്സ് എന്നൊക്കെ കേട്ടിട്ടുള്ള, എപ്പിഡമിക്സ് എന്ന് പറയുന്നത് ഇതൊക്കെ നമ്മുടെ എന്താ പറയാ സ്കിന്നിന്റെ പ്രൊട്ടക്റ്റീവ് ലെയർ ആണ്, മുകളിലേക്ക് കൊണ്ടുവരുന്നത്. അങ്ങനത്തെ വിളിക്കുന്നത്, അതിന് വേണ്ടിയിട്ട് എപ്പിഡമിക്സ് എന്ന് പറയുന്ന ഒരു വേർഡ് ഉപയോഗിക്കാറുണ്ട്. ഔട്ടർ സർഫസ് ആണ്, അതാണ്. അപ്പൊ അതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒരു ചെറിയ പ്രിഫിക്സ് ആണ് EPI എന്ന് പറയുന്നത്. അപ്പൊ ഇതും നമുക്ക് അറിഞ്ഞിരിക്കേണ്ട കുറെ പ്രിഫിക്സുകളാണ്. ഇതെല്ലാം ഈ ഹോസ്പിറ്റലാകുമ്പോൾ എന്തൊക്കെ രോഗങ്ങളും എന്തൊക്കെ നമ്മുടെ ഓർഗൻസ് ഉണ്ടോ, എന്തൊക്കെ ശരീരത്തിൽ ഓർഗൻസ് ഉണ്ടോ, അതിനൊക്കെ വരുന്ന എന്തൊക്കെ രോഗങ്ങളുണ്ടോ, ഏതെങ്കിലും പ്രത്യേക രോഗലക്ഷണങ്ങളുണ്ടോ, ഇതിനൊക്കെ എന്തായാലും എന്തുണ്ടാകും, ഈ പറയുന്ന പുതിയ പുതിയ വേർഡുകൾ ഫോം ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പൊ അതിന് പ്രിഫിക്സുകൾ ധാരാളം ഉപയോഗിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അത് ഒത്തിരി ഉണ്ടാകും എന്നുള്ളതാണ് പ്രത്യേകത. ഓക്കെ, അപ്പൊ ഇവിടെ നമുക്കൊന്ന് മാർക്ക് ചെയ്താലോ? പഠിക്കേണ്ടത് വേണോ? പഠിക്കേണ്ടത് മാർക്ക് ചെയ്യണോ? ശരി, ഓക്കെ, നിങ്ങൾ എന്തായാലും വേണമെന്ന് പറയും, അതുകൊണ്ട് മാർക്ക് ചെയ്യാം. കോൺട്ര മാർക്ക് ചെയ്യാം കേട്ടോ. കോൺട്ര, CONTRA, കോൺട്ര, അഗെയിൻസ്റ്റ് അല്ലെങ്കിൽ ഓപ്പോസിറ്റ്. ഓക്കെ, then cyst, CYST, cyst. Next one,
CYT relating to cell. CYT relating to cell. Dermate relating to skin. Dermate. Relating to skin. Next one, electro relating to electricity. Electricity. Then enter, ENTER, enter relating to intestines. Relating to intestines. Enter. Okay. വായിച്ചു നോക്കിയേ വേഗം ഒന്ന് വേഗം കണ്ടുപിടിച്ച് എഴുതിയിരിക്കുന്ന ആ പ്രിഫിക്സുകളും അതിന്റെ മീനിങ്ങുകളും ജസ്റ്റ് ഒന്ന് ഒരു പ്രാവശ്യം വായിച്ചു നോക്കുക വേഗം. എത്ര മാർക്ക് ചെയ്തു? 6 എണ്ണം അല്ലെ? 6 എണ്ണം. അതെ അതെ, 6 എണ്ണമാണ് മാർക്ക് ചെയ്തത്. ഒന്നുകൂടി പറയണോ? ഒന്നുകൂടി പറയാം. കോൺട്ര, സിസ്റ്റ്, സൈറ്റ്, CYT, സൈറ്റ്, dermate, electro, enter, ENTR/O. ഇപ്പൊ കിട്ടിയോ? ഒരെണ്ണം കിട്ടിയോ? യെസ്. ഇത് വായിച്ചു നോക്കാം. ബാക്കി കൂടി ഇത് വായിച്ചു നോക്കിയേ. ഫസ്റ്റ് പേജിലെ 7 എണ്ണം, രണ്ടാമത്തെ പേജിലെ 6 എണ്ണമാണ് ഞാൻ മാർക്ക് ചെയ്തിട്ടുള്ളൂ. ബാക്കിയൊന്നും നമുക്ക് അറിഞ്ഞിരിക്കേണ്ടതല്ല എന്നല്ല കേട്ടോ. നമ്മൾ സമയത്തിനനുസരിച്ച് നിങ്ങൾക്ക് കിട്ടുന്ന സമയം ഒരു 5 എണ്ണം വീതമൊക്കെ മനസ്സിലാക്കി വെച്ചിരുന്ന നല്ലതാണ്. എല്ലാ ദിവസവും ഒരു 5 എണ്ണം വീതം മനസ്സിലാക്കിയാൽ വെച്ചാൽ മതി. അതായത് നമ്മൾ പഠിക്കാൻ പറഞ്ഞത് കൂടാതെ എന്നാണ് കേട്ടോ. പഠിക്കാൻ പറയുന്നത് എക്സാമിന് വേണ്ടിയിട്ട് പഠിക്കാൻ വേണ്ടിയിട്ടാണ് പറഞ്ഞത്. അതല്ലാതെ ഉള്ളത് ഒരു 5 എണ്ണം വീതവും നമുക്കൊന്ന് ഓരോ ദിവസം ഒന്ന് പഠിച്ച് വെച്ചാൽ നല്ലതാണ്. ഓക്കെ, അടുത്ത പേജ് കൂടി നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കിയേക്കാം അല്ലെ. കോൺട്ര, കോൺട്ര മീൻസ് എഗെയിൻസ്റ്റ്, ഓപ്പോസിറ്റ് ഒക്കെയാണ്. അടുത്തത് ERYTHR, അതിന്റെ കൂടെ /O ഉണ്ട്. എറിത്തർ, അതായത് റിലേറ്റീവ് ടു, അത് കളറുമായി ബന്ധപ്പെട്ടതാണ്. എറിത്രോസൈറ്റ്, അതിന് അവിടെ ഒരു ഉദാഹരണം അവിടെ തന്നെ കൊടുത്തിട്ടുണ്ട്. എറിത്രോസൈറ്റ് കളർ റിലേറ്റഡ് ആയിട്ടുള്ളതാണ്. എനിത്തിങ് റെഡ് ആയിട്ടുള്ള കളറുള്ളതിന് അവർ സൂചിപ്പിക്കുന്ന ഒരു വേർഡാണ് അല്ലെങ്കിൽ പ്രിഫിക്സ് ആണ്. അടുത്ത EU, വൈറ്റ്, ഗുഡ്, യൂഷ്വൽ എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ടാണ് ആ ഒരു മീനിങ് വരുന്നതിനാണ് EU എന്ന് പറയുന്ന പ്രിഫിക്സ് ചേർക്കുക. EX/O, എക്സ്റ്റീരിയർ, ഭാഗികമായിട്ടുള്ളത് അല്ലെ. EX/O എക്സ്റ്റീരിയർ ആണ്. EXTRA, എക്സ്ട്രാ, എക്സ്റ്റീരിയർ അല്ലെങ്കിൽ ഇൻ അഡീഷൻ ടു അല്ലെ. ഇൻ അഡീഷൻ ടു അല്ലെങ്കിൽ എക്സ്റ്റീരിയർ എന്ന് പറയുന്നത് അതിന് പുറമേ എന്നൊക്കെ നമ്മൾ പറയില്ലേ. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചേർക്കാൻ വേണ്ടിയിട്ടാണ് ഇത് ചേർക്കുക. GASTR/O റിലേറ്റിംഗ് ടു ഗ്യാസ്ട്രോ എൻട്രോളജി, നമ്മൾ പഠിച്ച ഡിപ്പാർട്ട്മെന്റ് ആണ് ഗ്യാസ്ട്രോ എൻട്രോളജി. അപ്പൊ ഗ്യാസ്ട്രോ എന്ന് പറയുന്നത് റിലേറ്റിംഗ് ടു സ്റ്റമക് ആണ്. ഗ്ലൈക്കോ എന്താ? ഷുഗർ അല്ലെ. ഗ്ലൂക്കോസിന്റെ ലെവല് കൂടുക, ഷുഗർ ഒക്കെ ആകുന്ന ഡയബറ്റീസ്. GLYCO, ഗ്ലൂക്കോ, ഷുഗർ, ഗ്ലൈക്കോജൻ. യെസ്.
at the gynec, GYNEC, എന്താണ് related to female reproductive organs. അതിന്റെ ഫീമെയിൽസുമായിട്ട് ബന്ധപ്പെട്ടത് അല്ലെങ്കിൽ ഫീമെയിൽസിന്റെ reproductive organsുമായിട്ട് ബന്ധപ്പെട്ടത്, അതിനു വേണ്ടിയിട്ടാണ് ഗൈനക് എന്ന് പറയുന്ന പ്രിഫിക്സ് ഉപയോഗിക്കുക. ഹെമറ്റ്, HEMET/O, ഹെമറ്റോളജി അല്ലെ, സ്റ്റഡി ഓഫ് ബ്ലഡ് ആൻഡ് ബ്ലഡ് വെസൽസ് ആണ് ഹെമറ്റോളജി. അപ്പൊ റിലേറ്റിംഗ് ടു ബ്ലഡ് എന്ന് നമുക്ക് അതിന്റെ മീനിങ് മനസ്സിലാകും. ഹെമിസ്ഫിയർ എന്ന് കേട്ടോ. ഹെമിസ്ഫിയർ എന്ന് പറഞ്ഞാൽ അർദ്ധഗോളം, അർദ്ധം എന്ന് വെച്ചാൽ പകുതി, ഹാഫ്, അതാണ്. HEM/O റിലേറ്റീവ് ടു ബ്ലഡ്, വീണ്ടും അത് റിപ്പീറ്റ് ചെയ്ത് ആ രീതിയിലും വരുന്നുണ്ട്. HEMET/O ആണെങ്കിലും റിലേറ്റീവ് ടു ബ്ലഡ് ആണ്. HEM/O അതും റിലേറ്റീവ് ടു ബ്ലഡ് ആണ്. HEPAT റിലേറ്റിംഗ് ടു ലിവർ, നമ്മൾ അതിന് വേണ്ടി ഒരു ഡിപ്പാർട്ട്മെന്റ് പഠിച്ചു, ഹെപ്പറ്റോളജി അല്ലെ. ഹെപ്പറ്റോളജി എന്ന് പറയുന്ന ഡിപ്പാർട്ട്മെന്റ് പഠിച്ചു. ലിവർ ഡിസോർഡേഴ്സിന് വേണ്ടിയിട്ടുള്ള ഡിപ്പാർട്ട്മെന്റ് ആണ്. HETR അതർ, വേരിയസ് അല്ലെങ്കിൽ അതർ, ഹെറ്റർ. HOM ഹോമോജീനിയസ് എന്ന് കേട്ടോ, ഐഡന്റിക്കൽ ആയിട്ടുള്ളത്, ഒരുപോലെയുള്ളതിനെയാണ് നമ്മള് ഹോമോജീനിയസ് വിളിക്കുക. അപ്പൊ അതിന്റെ ഒരു ഷോർട്ട് ആണ് HOM എന്ന് പറയുന്നത് ഐഡന്റിക്കൽ. ഹൈഡ്രോ വാട്ടർ അല്ലെ, HYDR/O ഹൈഡർ, വാട്ടർ എന്ന് പറയുന്ന മീനിങ് വരുന്ന പ്രിഫിക്സ് ആണ്. ഹൈപ്പർ എന്താ, ഓവർ ആയിട്ടുള്ളത് അല്ലെ, ഹൈപ്പർ ടെൻഷൻ, ഹൈപ്പർ തൈറോയിഡ്, അതൊക്കെ ഓക്കെ. അപ്പൊ എന്താ പറയാ, ഹൈപ്പർ എന്ന് പറയുന്നത് ഓവർ, കൂടുതൽ, സൂപ്പർ ഫ്ലൂസ് ആണ് എന്ന് വെച്ചാൽ കൂടുതൽ, ധാരാളം ഉള്ളത്, അതാണ്. ഹൈപ്പോ അതിന്റെ ഓപ്പോസിറ്റ് ആണ് അണ്ടർ, ഇൻസഫിഷ്യന്റ്, ആവശ്യത്തിന് പോലും ഇല്ലാത്തതാണ് ഹൈപ്പർ ടെൻഷൻ, ഹൈപ്പോ തൈറോയിഡിസം എന്ന് കേട്ടിട്ടുണ്ടല്ലോ അല്ലെ. അതായത് ആവശ്യത്തിന് പോലും എന്ത് ചെയ്യില്ല, തൈറോയിഡ് പ്രൊഡ്യൂസ് ചെയ്യില്ല, തൈറോയിഡ് ഹോർമോൺ, അതാണ്. ഹിസ്റ്റർ, HYSTER റിലേറ്റിംഗ് ടു യൂട്രസ്, യൂട്രസ് റിലേറ്റഡ് ആയിട്ടുള്ള വേർഡിന് വേണ്ടിയിട്ടാണ് നമ്മള് ഹിസ്റ്റർ, HYSTER/O എന്ന് പറയുന്ന പ്രിഫിക്സ് ചേർക്കുക. ഇൻഫ്രാ, ഫർദർ, ഓൺ അല്ലെങ്കിൽ ബനീത്, അതിന് താഴെ എന്നൊക്കെ. ഇന്റർമീഡിയറി എന്ന് വെച്ചാൽ മിഡിൽ, അടുത്തുള്ളത്. ഇൻട്രാ, ഇൻസൈഡ് എന്നാണ് മീനിങ്, ഇൻട്രാ. ഓക്കെ, നെക്സ്റ്റ് വൺ ISO എന്ന് പറയുമ്പോൾ ഈക്വൽ അല്ലെ, തുല്യം. ISO സ്ലാഷ് ഒന്നുമില്ല, അവിടെ ഒരു ഹൈഫൺ ആണ്. ലാറ്ററോ, LATRO, ലാറ്ററൽ എന്ന് കേട്ടിട്ടുണ്ടല്ലോ, സൈഡ്, വശങ്ങളിൽ, പാർശ്വങ്ങളിൽ നിന്നർത്ഥം. ല്യൂക്ക്, LEUK/O റിലേറ്റിംഗ് which is anything related to white blood cells-ഉമായിട്ട് ബന്ധപ്പെട്ടതും വൈറ്റ് കളറിനെയാണ് ഇവിടെ ല്യൂക്കോസൈറ്റ് എന്ന് പറയുന്നത്. എന്താണ്, WBC, അതായത് നമ്മുടെ വൈറ്റ് ബ്ലഡ് സെൽസിനെ റിലേറ്റ് ചെയ്യുന്നതാണ്. ഓക്കെ, ഗ്ലൂക്കോസൈറ്റ്സ് എന്ന് പറയുന്ന അതൊക്കെ നമുക്കറിയാലോ, കേട്ടൊക്കെ. അപ്പൊ അത് റിലേറ്റഡ് ആയിട്ടുള്ളത് എന്തിനാണ്, WBC ആണ്, വൈറ്റ് ബ്ലഡ് സെൽസ് ആണ്. അപ്പൊ അതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒരു പ്രിഫിക്സ് ചേർത്ത് വരുന്ന ഒരു വേർഡ്, ഉദാഹരണം ഗ്ലൂക്കോസൈറ്റ്സ് നമുക്ക് പറയാം. ഓക്കെ, അപ്പൊ ഇതൊക്കെയാണ് നമ്മളുടെ ഈ പേജിൽ നമുക്ക് പഠിക്കാനുള്ള പ്രിഫിക്സുകൾ. ഇനി മാർക്ക് ചെയ്യാം വേഗം. ഗ്യാസ്ട്രോഎൻട്രോളജി, GASTR/O. അടുത്തത് വീണ്ടും മാർക്ക് ചെയ്യേണ്ടത്, തൊട്ടടുത്തത് ഗ്ലൈക്കോ മാർക്ക് ചെയ്യുക. അതിന്റെ താഴെ ഗൈനക്ക്, അത് മാർക്ക് ചെയ്യുക. നമുക്ക് ഫെമിലിയർ ആയിട്ടുള്ള കാര്യമാണ്. ഹെമറ്റോളജിയുടെ ഹെമറ്റ് രണ്ടെണ്ണം വന്നിട്ടുണ്ട്. HEMET ഉണ്ട്, /O ഉണ്ട്, HEM/O ഉണ്ട്. അത് രണ്ടും വേണം കേട്ടോ, രണ്ടും മാർക്ക് ചെയ്യുക. ഹെപ്പറ്റോളജി, HEPAT/O അത് മാർക്ക് ചെയ്യുക. ഇതിനകത്തെല്ലാം നമുക്ക് അറിയുന്നതാ അല്ലെ. ഹൈഡർ, HYDR, ഹൈപ്പർ, ഹൈപ്പോ, ഇതൊക്കെ മാർക്ക് ചെയ്യുന്നു. And the last one, LEUK, LEUK/O. നമുക്ക് വായിക്കാം. GASTR, GLYCO, GYNEC, HEMET/O, HEM/O, HEPAT/O, HYDR/O, HYPER, HYPO, then LEUK, LEUK/O. എത്ര മാർക്ക് ചെയ്തു നോക്കിയേ. 10. യെസ്, 10 നമ്മൾ മാർക്ക് ചെയ്തേക്കുന്നത്. എല്ലാവർക്കും 10 കിട്ടിയോ നോക്കാം. അപ്പൊ നമ്മൾ മൊത്തം എത്ര മാർക്ക് ചെയ്തു 3 പേജിലായിട്ട്? 10 13 23. യെസ്, 23 മാർക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഒന്നുകൂടി പറയണോ?
GAST. ഞാൻ നമ്പർ പറഞ്ഞാൽ മതിയോ? അല്ലെങ്കിൽ നിങ്ങൾക്ക് നോട്ട്ബുക്കിൽ കിടക്കുന്ന എങ്ങനെയാണെന്ന് ആ നമ്പർ പറഞ്ഞാൽ മതിയോ? 47, 48, 49, 50, 52, 53, 56, 57, 58 and 65. കിട്ടിയോ നോക്കിയപ്പോ തന്നെ yes. Okay. അപ്പൊ നമ്മൾ 3 പേജില് എന്ന് പഠിച്ചിട്ടുണ്ട്. 3 പേജില് മാർക്ക് ചെയ്തത് ഇപ്പൊ തന്നെ എന്തായാലും പഠിച്ചു വെച്ചേക്കാം. പരീക്ഷയ്ക്ക് വേണ്ടി പരീക്ഷാപ്പണിയിലെ വരുന്നുള്ളൂ. അവിടെ തന്നെ പഠിച്ചാൽ പോരെ, അങ്ങനെ പഠിക്കരുത്. ഈ മാർക്ക് ചെയ്തത് അറ്റ്ലീസ്റ്റ് നിങ്ങൾ അന്നൊന്ന് തന്നെ അത് പഠിക്കാൻ നോക്കുക. അല്ലെങ്കിൽ അത് കൂട്ടി വെച്ചാൽ കാര്യമില്ല. കാരണം തൊട്ടടുത്ത പേജുകളിലൊക്കെ നമുക്ക് ഇങ്ങനെ മാർക്ക് ചെയ്ത് വെക്കാനുണ്ട്. മാർക്ക് ചെയ്തത് മിച്ചമായിട്ട് ഇരിക്കരുത്. അത് നിങ്ങൾ നന്നായിട്ട് പഠിക്കുക. ബാക്കിയുള്ളതൊക്കെ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് റെഫർ ചെയ്ത് നോക്കുക. എന്തായാലും നമ്മളിത് മുഴുവനും പഠിച്ച് നമ്മളുടെ കോഴ്സ് കംപ്ലീറ്റ് ചെയ്താലും നമുക്ക് തീർക്കാൻ പറ്റില്ല. അതുകൊണ്ടാണ് നിങ്ങൾക്ക് എക്സാംസിന് വേണ്ടിയിട്ട് നമ്മൾ പ്രീവിയസ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് കണ്ടതിൽ നിന്ന് മാർക്ക് ചെയ്ത് വെച്ചേക്കണേ. എല്ലാവർക്കും പഠിക്കാൻ വേണ്ടിയിട്ട്. യൂഷ്വലി ചോദിക്കാറുള്ളത് പോലെയുള്ളതൊക്കെ നമ്മൾ മാർക്ക് ചെയ്ത് വെച്ചേക്കുന്നത് അതിന് വേണ്ടിയിട്ടാണ് നിങ്ങൾക്കത് പറഞ്ഞുതരാൻ വേണ്ടിയിട്ടാണ് ഇന്നതാണെന്ന് ഇമ്പോർട്ടന്റ് എന്ന്. ഓക്കെ, അപ്പൊ അതനുസരിച്ചിട്ട് നിങ്ങളത് പഠിക്കുക. ബാക്കിയുള്ളതൊക്കെ ഇടയ്ക്കിടയ്ക്കൊക്കെ റെഫർ ചെയ്ത് നോക്കുക. അല്ലെങ്കിലും ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ പഠിക്കണം നിങ്ങൾ ഈ പറയുന്ന നിങ്ങളുടെ കയ്യിരിക്കുന്ന ടെക്സ്റ്റ് ബുക്കും മുഴുവനും ഇടയ്ക്കിടയ്ക്ക് റെഫർ ചെയ്യുന്നത് നല്ലതാ. കാരണം ഇന്ന ഡിപ്പാർട്ട്മെന്റ് ഉണ്ട്, അവിടെയൊക്കെ ഇന്നതൊക്കെയാണ്, അവിടെ ഓരോ എന്തൊക്കെ കാര്യങ്ങൾ നടക്കുന്നുണ്ട് എന്നൊക്കെ നമ്മൾ അറിഞ്ഞിരിക്കട്ടെ. എന്നാലും നമുക്ക് ഇതൊക്കെ മാനേജ് ചെയ്യാൻ പറ്റുള്ളൂ അല്ലെ. സോ അതൊക്കെ നന്നായിട്ട് ചെയ്ത് നോക്കിയിട്ട് വരാം, വായിച്ച് പഠിച്ചു നോക്കിയിട്ട് വരാം. ഓക്കെ, സീ യു, ബൈ, താങ്ക് യു. Thank you, ma'am. Okay, thank you. Thank you, ma'am. Thank you, ma'am.